കൂടെ നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് ഏറ്റുപറയാം. വൻ കൃപകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കും. വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. എന്റെ കൂടെ വിശ്വസിക്കുന്നവർ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എന്റെ കൂടെ പറഞ്ഞ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ ശരീരത്തിന്റെ മേലോ എന്റെ കുടുംബത്തിന്റെ മേലോ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വൻ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അവസ്ഥകൾ അത്ഭുതമായി തീരും. ആമേൻ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ പ്രവൃത്തികൾ നമ്മുടെ കൂടെയുണ്ട്. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പത്രോസ് ലീഹായുടെ ലേഖനങ്ങളാണ് നാം ധ്യാനിച്ചു വരുന്നത്. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. വചന ചിന്ത ദിവ്യ സ്വഭാവം. Divine ദിവ്യ nature. സ്വഭാവത്തെ ആത്മസ്വഭാവം, ദിവ്യ സ്വഭാവം. ആമേൻ. പ്രാധാന്യം. നമ്മൾ ഇന്നലെ കേട്ടു ദിവ്യ സ്വഭാവം. ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഡിവൈൻ നേച്ചർ അല്ലെ. ആത്മസ്വഭാവം, ആത്മീയമായി ചിന്തിക്കുന്ന വ്യക്തികൾ. അതായത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രശ്നങ്ങൾ ലോക മനുഷ്യന്റെ മുമ്പിലാണെങ്കിൽ ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ല. നിങ്ങൾ നാട് വിട്ടു പോകുക എന്നല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ വിധിയാണെന്ന് വിചാരിച്ചിരിക്കാനാണ് നിങ്ങളുടെ യോഗമെന്ന് ലോക മനുഷ്യൻ പറയുമ്പോൾ, ദൈവത്തെ വിശ്വസിക്കുന്ന സ്പിരിച്വൽ നേച്ചർ, ആത്മസ്വഭാവം ഉള്ളവൻ പറയും, എനിക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. ഏതവസ്ഥയിലും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി. ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നവരാണ് സ്പിരിച്വൽ നേച്ചർ ഉള്ളവർ, ആത്മസ്വഭാവമുള്ളവർ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഒന്നാമത്തെ സൈൻ ഞാൻ പറഞ്ഞു, മാറ്റം. യേശുവിലേക്ക് വന്നതിന് ശേഷം നമ്മളിൽ ഉണ്ടാകുന്നൊരു മാറ്റം. നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ദൈവസന്നിധിയിൽ താഴുവാനും കർത്താവ് പഠിപ്പിച്ചതുപോലെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് മറ്റൊരു വ്യക്തിയെ എണ്ണുവാനും കഴിയുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവിന്റെ പ്രവർത്തികൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളിൽ ഫലം കായ്ക്കുവാൻ തുടങ്ങി. നിങ്ങൾ ഫലം കായ്ക്കുവാൻ തുടങ്ങിയതിന്റെ ഒന്നാമത്തെ അടയാളമാണ് ഇതെല്ലാം. അപ്പൊ ഇന്ന് നമുക്ക് മറ്റൊരു വാക്യത്തിലേക്ക് പോകാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് വീണ്ടും നമുക്ക് പത്രോസ് ലീഹായുടെ ലേഖനത്തിൽ നിന്ന് 2 പത്രോസ് ലീഹായുടെ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. 2-ാം അധ്യായത്തിന്റെ 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. നോക്കിക്കേ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം. അപ്പൊ പത്രോസ് ലീഹ തന്റെ ലേഖനത്തിലൂടെ പറയുകയാണ്, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും എപ്പോഴും നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. ഇതെപ്പോഴും ശ്രദ്ധിച്ചോണേ. നമ്മുടെ അകത്തേക്കൊരു ബോധം നിങ്ങൾക്ക് കർത്താവിന്റെ വചനം തരുവാണ്. എന്താണ് ബോധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് നശിക്കാൻ വിളിച്ചിരിക്കുന്നതല്ല, തകരുവാൻ വിളിച്ചിരിക്കുന്നതല്ല. പിന്നെയോ ദൈവത്തിന്റെ ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ സാക്ഷിയാകും, അല്ലെങ്കിൽ യഹോവയുടെ നന്മ കാണും. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്നത് തന്നെ കർത്താവ് സാക്ഷ്യമാകാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കാനോ മറ്റുള്ളവന്റെ ജീവിതം എങ്ങനെയാണോ അവൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ വിളിയിൽ എന്ത് ചെയ്യണം? ഉറപ്പുള്ളവർ ആകണം. അങ്ങനെ ഉറപ്പുള്ളവരാകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. ആമേൻ. അപ്പൊ ഇവിടെ നോക്കുക, ഒന്നാമത് പറയുന്നു നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും. എൻ്റെ കൂടെ എന്ന് വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞ് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പ് വരുത്തണമെന്ന് പറഞ്ഞ്.
വിളിയും തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തണം. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തണം. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തണം. പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടായിരുന്നു അല്ലെ, നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ വിളിയെന്ന് പറഞ്ഞാൽ തന്നെ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിച്ചിരിക്കുന്നു. അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടിയാണ്, ശാപമല്ല, അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി. അപ്പൊ ഈ വിളി ഉള്ളവരാണ് നിങ്ങൾ. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് വേണേൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കാം, അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. 1 പത്രോസ്ലീഹായുടെ ലേഖനം നമ്മൾ ധ്യാനിച്ചായിരുന്നു. 1 പത്രോസ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായത്തിന്റെ താഴേക്ക് വരുമ്പോൾ 9 മുതലുള്ള വാക്യമാണ് നമ്മൾ ഇന്നലെ കേട്ട്. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകുന്നു. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഞാനതൊന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വ്യാഖ്യാനിക്കാവേ. ഈ പത്രോസ്ലീഹയുടെ ലേഖനം നമ്മൾ 5-ാം വാക്യത്തിൽ കേട്ട സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പത്രോസ്ലീഹ പറയുന്നുണ്ട്. അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി നടക്കുന്ന ഒരു പിശാചുണ്ട് അല്ലേ. ഞാൻ പിശാചിനെ ഉയർത്തുവോ, പിശാചിനെ നിങ്ങൾ എന്താ പറയുന്നത് വലിയ സംഭവമാക്കാൻ വേണ്ടി അല്ല ഇവിടെ പറയുന്നത്. വാക്യം നോക്കി, സ്ക്രീനെ നോക്കിയേ കാണാൻ പറ്റുന്നവരുണ്ടോ? ഇവിടെ വിശ്വാസികളോട് പത്രോസ്ലീഹ പറയുകയാണ്, നിർമ്മലരായിരിപ്പിൻ. നിർമ്മലരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നിർമ്മലരായിരിക്കേണ്ടത്? ഉണർന്നിരിക്കണം, അലേർട്ടായിട്ടിരിക്കുക. നിങ്ങൾ ഒരു മിലിറ്ററിക്കാരൻ എന്ത് ചെയ്യണം? അതിർത്തി പോരുന്ന് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയാൽ എന്ത് സംഭവിക്കും? ആ അതിർത്തി കവർ ചെയ്ത് എന്ത് സംഭവിക്കും? ശത്രു സൈന്യം കയറി വരും. അതാണ് ഉണർന്നിരിക്കണം. എപ്പോഴും നമ്മൾ ഓർത്തോണം, നമ്മൾ ആരാണ്. നമ്മൾ കവലെ കിടന്ന് വഴക്കൂടാനുള്ളവരല്ല. അവരുടെ ഇവരുടെയും ജീവിതത്തിന്റെ അകത്ത് നമ്മൾ കയറി വിഷയങ്ങൾ ഉണ്ടാക്കുന്നവരല്ല. നമ്മൾ ലോകത്തിനെ ശപിക്കപ്പെട്ടവരല്ല, പ്രയോജനമില്ലാത്തവരല്ല. ഞാൻ ദൈവ പൈതലാണ്. ഈ ബോധം വിട്ട് നിങ്ങൾ ഇന്ന് മാറിപ്പോകരുതേ. നോക്കിയേ, നിർമ്മലരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു നടക്കും. അപ്പം നിങ്ങളുടെ ചുറ്റിനും പിശാച് എന്ത് ചെയ്യാണ്? ആരെ വിഴുങ്ങണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് പിശാചിനെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുമല്ല. പകരം എന്താണ് ഈ നിർമ്മലരായിരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം? അത് തന്നെ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും. ഈ വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. 1:3 ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ. അപ്പൊ ഇവിടെയാണ് നിർമ്മലരായിരിക്കും എന്ന് പറഞ്ഞത്. ഇവർ യേശുവിലേക്ക് വന്നിട്ട്, നിങ്ങൾ കർത്താവിലേക്ക് വന്നിട്ട് നിങ്ങൾ മറ്റുള്ളവനെ ഉപദ്രവിക്കുന്ന രീതിയിൽ, മറ്റുള്ളവന്റെ ജീവിതം തകർക്കുന്ന രീതിയിൽ ആ വ്യക്തിക്ക് വൈരാഗ്യം കൊണ്ടുവന്ന് ആ വ്യക്തിയെ മുറിവേൽപ്പിക്കുകയും ആ വ്യക്തിയെ വേദനിപ്പിക്കുകയും ഏതെങ്കിലും വ്യക്തി ആയിക്കോട്ടെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കുവാണ്. അപ്പൊ നിങ്ങൾക്കെതിരെ ഒരു വ്യക്തി ദോഷം ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? വൈരാഗ്യ ബുദ്ധിയോടെ ഇരിക്കുക. അപ്പൊ നമുക്ക് ദേഷ്യം വരും കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ ആരും ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ദേഷ്യം വരത്തില്ലെന്നോ, സങ്കടം വരത്തില്ലെന്നോ, പക വരത്തില്ലെന്നോ, പിണക്കം വരത്തില്ലെന്നോ, ശാഠ്യം വരത്തില്ലെന്നോ അല്ല. ഇതൊക്കെ നമ്മളിൽ വരും. നമ്മളിൽ എല്ലാ വികാരങ്ങളും വരും. എന്നാൽ ഇത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതാണ് പത്രോസ്ലീഹ പറഞ്ഞേക്കുന്നത്. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഉണർന്നിരിക്കണം. ഞാൻ ആരാന്നുള്ള ബോധ്യം. നമുക്ക് ദേഷ്യം വരുമായിരിക്കില്ല. ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ ഇപ്പം നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടതിന്, നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ടാർഗറ്റ് ചെയ്ത് വിഷമിപ്പിക്കേണ്ടതിന് പലതും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്കെതിരെ എനിക്കിട്ട് നീ അത് ചെയ്തല്ലേ, നിനക്കിട്ട് ഞാനൊരു പരിപാടി ചെയ്യാം എന്ന് പറഞ്ഞ് പോകാതെ അവിടെ നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും വന്നാൽ ഉണർന്നിരിക്കണം. എന്നിട്ട് സ്വയം പറയണം, ഇന്ന് എന്നെ പകയ്ക്കുന്നവരുടെ എല്ലാം മുമ്പിൽ ദൈവം എന്നെ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിച്ചിരിക്കുന്നു. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹം അനുഭവിക്കാൻ. അപ്പൊ നമ്മൾ പകരം ചെയ്യാൻ പോയതിനെ കുഴപ്പമെന്നറിയാവോ? അവിടെ അലറുന്ന സിംഹം എന്നതുപോലെ എന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന പിശാചിന്റെ വായിലോട്ട് ഞാൻ തല വെച്ചു കൊടുക്കുക. അവനൊരു അവസരം കൊടുക്കുക. നമ്മൾ. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് നമ്മൾ ബൈബിളാണ് സ്നേഹം ആചരിപ്പിൻ എന്ന് പറയാൻ കാരണം കർത്താവ് നിങ്ങളെ മാനിക്കും. ഇന്ന് നിങ്ങളെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങളെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയിരിക്കെ ആരെങ്കിലും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് രാജ്യമായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, എവിടും ആയിക്കോട്ടെ, അവരുടെയൊക്കെ നടുവിൽ അവർക്ക് അസൂയ തോന്നുമാറ് ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. ഇത് ഗ്യാരണ്ടിയാണ്. പക്ഷേ
പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകരുത്? യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന്, പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. റോമാലേഖനം പറയുന്നു പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകരുത്? പകരം ചെയ്യാതെ ദൈവത്തെ അനുവദിപ്പീൻ. അപ്പൊ ദൈവത്തെ ഞാൻ എങ്ങനെയാണ് അനുവദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കർത്താവിന്റെ പദ്ധതികളെ വിളിച്ചു വരുത്തുന്നതിലൂടെ ദൈവികമായി ഞാൻ എന്നെ തന്നെ ഇവിടെ പറഞ്ഞു നോക്കി, ഉണർന്നിരിപ്പിൻ. നോക്കി, നിർമ്മലരായിരിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ദോഷം ചെയ്യാൻ പോകരുത്. രണ്ട്, നിങ്ങൾക്കകത്തൊരു ബോധ്യം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേദന വരുമ്പോൾ, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നു, നിങ്ങൾ ഒരാൾ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, നമുക്ക് പക വരുന്നു. ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ. ഇതൊന്നും മാറാൻ പറ്റത്തൊന്നുമില്ല. ഇതെല്ലാം ജഡത്തിൽ നിന്ന് പൊങ്ങി വരുന്നതാണ്. പക്ഷേ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചണം. ഇല്ല, ഞാൻ അവന്റെ പുറകെ പോയി തോണ്ടാനുള്ളവനല്ല. ഞാൻ ആ വ്യക്തിയുടെ പുറകെ പോയി യുദ്ധം ചെയ്യാനുള്ള വ്യക്തിയല്ല ഞാൻ. പിന്നെ എന്നാണ് ആ വ്യക്തി ഇന്ന് എന്നെ കരയിപ്പിച്ചുവെങ്കിൽ, ഇന്ന് കരയിപ്പിച്ച വ്യക്തിയുടെ നടുവിൽ യേശു എന്നെ അനുഗ്രഹിച്ച് അങ്ങോട്ട് കാണിക്കും. അതാണ് പത്രോസ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ നോക്കിയേ, 1:3 പറഞ്ഞു നോക്കിയേ, അനുഗ്രഹം അനുഭവിക്കുവാൻ എന്നെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകണം. ചില ബുദ്ധിമുട്ടല്ലേ? എന്താ ബ്രദർ, എനിക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, പിശാച് നിങ്ങളെ വിഴുങ്ങും. അയ്യോ, പേടിപ്പിക്കുവാണോ? അല്ല, അവൻ ഇടം കൊടുത്താലേ അവൻ പെരയ്ക്കകത്ത് കയറത്തുള്ളൂ. അറിയാവോ? അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവര് ദോഷത്തിന് പകരം ദോഷം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ തന്നെ പറയുകയാണ്, അലറുന്ന സിംഹം എന്നതുപോലെ വിഴുങ്ങാൻ നിൽക്കും അവൻ ഇടം കൊടുക്കരുത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നിങ്ങൾക്കെതിരെ നിൽക്കുന്നവനെന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നീ എന്നെ കളിയാക്കിയല്ലേ, യേശുവിന്റെ നാമത്തിൽ നീ അനുഗ്രഹമായി മാറും. ഇന്ന് തന്നെ നീ കളിയാക്കിയല്ലോ, നാളെ നീ എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. എനിക്കറിയാവുന്നൊരു ദൈവദാസൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, നോർത്ത് ഇന്ത്യ വെച്ച് അദ്ദേഹത്തിന്റെ ഇങ്ങനെ നമ്മുടെ തോക്ക് കൊണ്ട് നോർത്ത് ഇന്ത്യ ചെന്ന സമയത്ത് തോക്കിന്റെ ബാക്ക് വശം കൊണ്ട് അദ്ദേഹത്തിന്റെ പല്ലിനിട്ട് മോന്തക്കൊട്ടൊരു ഇടി കൊടുത്തു. ആ തോക്കിന്റെ ബാക്ക് വശം കൊണ്ട് അദ്ദേഹത്തിന്റെ പല്ലെല്ലാം കൊഴിഞ്ഞുപോയി. ആ ഒരൊറ്റ ഇടിക്ക് ആ തോക്കിന്റെ ബാക്ക് വശം കൊണ്ട് ഇടിച്ചിട്ട് ആ പല്ലെല്ലാം കൊഴിഞ്ഞുപോയി. അദ്ദേഹം ഉടനെ എന്ത് ചെയ്യില്ല, അന്ന് നീ എന്നെ ഇടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ ഒന്നും പോയില്ല. ദൈവസന്നിധിയിൽ അവനെ അവകാശമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയുകയാണ്, ഇന്ന് നോർത്ത് ഇന്ത്യയിലെ സഭയിലെ സെക്രട്ടറിയായി ഇടിച്ചയാള്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ദോഷത്തിന് പകരം ദോഷം ചെയ്യാൻ പോയിരുന്നുവെങ്കിൽ ചിലപ്പോൾ പിന്നെ അവൻ വെടിവെച്ചേനെ, അല്ലെങ്കിൽ കൊന്നേനെ, അല്ലെങ്കിൽ കുടുംബം നശിപ്പിച്ചേനെ. പക്ഷെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തി ആ സഭയ്ക്കകത്ത് മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ട് സഭയിൽ ഇപ്പോൾ ആക്റ്റീവ് മെമ്പറായി നോർത്ത് ഇന്ത്യയിൽ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പകരം ചെയ്യാൻ പോയാൽ ദൈവത്തെ അനുവദിക്കാത്തത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്ന അറിയാവോ? പിശാചിനെ നാം അനുവദിക്കുന്നു. അപ്പൊ ഒരു വിശ്വാസി ഈ ദിവസങ്ങളിൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റുകളാണ്. നമ്മൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. അവൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് അതായത് ഞാൻ വിശ്വാസം വരുന്നതിന് മുമ്പാണ്. അപ്പം അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്നവരെ എല്ലാം കയറി ചുമ്മാ ചിരിച്ചുകൊണ്ട് ഹായ് പറയും. എവിടെ പോയാലും പുള്ളിയുടെ മുഖാമുഖം ആര് വന്നാലും ഇദ്ദേഹം എന്തെന്ന് വെച്ചാൽ ചുമ്മാ ഹായ് പറയും. അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ നിനക്ക് ഒരു പരിചയമില്ലാത്തവർ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഹായ് പറയുന്നത്? അപ്പം ഈ പുള്ളി ഒന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല. ചുമ്മാ ചിലപ്പം എന്നെ ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഹായ് പറഞ്ഞൊരു ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനെ അങ്ങ് പോവും. ഇങ്ങനെ ഒരു പുള്ളിയുടെ സ്വഭാവമാണ്. അപ്പം എനിക്ക് ഏറ്റവും ഒരു സങ്കടവും ദേഷ്യമൊക്കെ നമുക്ക് തോന്നും. കാരണം വെച്ചാൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വെറുതെ കൈപൊക്കി കാണിക്കുക, വെറുതെ ഹലോ പറയുക. അപ്പം അവരും തിരിച്ച് ചിലർ ഹലോ പറയും, ചിലർ ചിരിച്ച് കാണിക്കും, ചിലർ മൈൻഡ് ചെയ്യാതെ പോവും. എങ്കിൽ ഈ പുള്ളി ഇത് നിർത്തിയില്ല. ഇവൻ്റെ ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പണ്ട് ചേർത്തലയിൽ അർത്തിങ്കൽ ഞങ്ങൾ പോയ സമയത്ത്, അവിടെ ഇങ്ങനെ കടലിൽ പോകുന്ന സമയത്ത് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ, അവരുടെ പ്രശ്നമല്ല, അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി. അവിടെയുള്ള കടപ്പുറത്ത് ജീവിക്കുന്ന ആ വ്യക്തികളുമായിട്ട് എന്തോ ഒരു വിഷയം, അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായി. അത് വലിയ രൂക്ഷമായി പോയി. ഞങ്ങൾക്ക് അവിടുന്ന് തല്ല് കിട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാൻ ഇടയായി തീർന്നു. നമ്മുടെ കുഴപ്പമല്ല, അത് ആരുടെയും പ്രശ്നമല്ല. എന്തോ ഒരു തെറ്റിദ്ധാരണ നിമിത്തം ഉണ്ടായൊരു വഴക്കായിരുന്നത്. അതായത് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പാണ് കേട്ടോ, അന്നത്തെ കാര്യമല്ല പറഞ്ഞത്, ഇപ്പോഴത്തെ കാര്യമല്ല, അതിന് മുമ്പാണ്. അപ്പം പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായപ്പം ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് അടുക്കിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നമ്മൾ തമ്മിൽ നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം അവർ തമ്മിൽ പെട്ടെന്ന് ഇവര് തമ്മിൽ ചിരിച്ചു, നമ്മൾ അവിടെ വെച്ച് ഏറ്റുമാനൂർ വെച്ച് എപ്പോഴും കാണുന്നല്ലേ എന്ന് പുള്ളി പറഞ്ഞു.
അപ്പോഴാണ് ഈ പുള്ളിക്ക് മനസ്സിലായത് എല്ലാ ദിവസവും ഏറ്റുമാനൂർ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇദ്ദേഹം ട്രെയിനിൽ വന്നിറങ്ങുമ്പോൾ ഇവർ അവിടെ വെച്ച് കാണുമ്പോൾ ഹായ് പറയുന്ന ഒരാളാണ്. അപ്പൊ ആ പുള്ളി അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് നമുക്കറിയാവുന്ന ആളാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഒരു എന്താ പറയുക വഴക്ക് വരേണ്ട സ്ഥാനത്ത് അവിടുന്ന് ഒരു കുഴപ്പമില്ലാതെ കേടുപാടില്ലാതെ വരാൻ പറ്റി. കണ്ടോ, ഒരു ഹായ് പറഞ്ഞ് ഒരു ചിരി ചിരിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു, വലിയൊരു അനർത്ഥത്തിന്റെ അകത്തുനിന്നും വളരെ ഈസി ആയിട്ട് പുറത്തു വന്നു. ഒരു ചിരി, ഒരു ഹായ്ക്കും ഒരു ചിരിക്കും എന്തുണ്ടായി, നമ്മുടെ ജീവിതത്തിന്റെ അകത്തുനിന്ന് ചിലപ്പോൾ നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റാതെ ചിലപ്പോൾ കേസോ വഴക്കോ ഒക്കെ ആയി പോയേനെ. അതൊക്കെ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കില്ലെങ്കിൽ പോലും ചിലപ്പോൾ അറിയത്തില്ല, വലിയ പ്രശ്നമായി തീർന്നേനെ. അപ്പൊ അയാളുടെ ഒരു ചിരി, അയാളുടെ ഒരു ഹായ് ആ ഒരു അനർത്ഥം വിട്ടുമാറിയെങ്കിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുത്. എനിക്കറിയാം വൈരാഗ്യം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. ദേഷ്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല, അല്ലേ? നമുക്ക് പക നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല, ശാഠ്യം നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല, ദുഷ്കാമം ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നിങ്ങൾക്ക് അങ്ങനെ ചിന്ത വരുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ഞാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മനസ്സിനെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, എൻ്റെ നാവിനെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഞാൻ എന്നെ തന്നെ ഒന്ന് അനുഗ്രഹിക്കുന്നു. ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടയാളാ. ആ ദേഷ്യം തോന്നുന്ന വ്യക്തി മനസ്സിൽ ഭയങ്കര ദേഷ്യമായിരിക്കും. ഒറ്റ വാക്ക് പറഞ്ഞ് യേശുവേ, എൻ്റെ കർത്താവേ, ഞാൻ ആ വ്യക്തിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിന്നെയും ദേഷ്യം വരും, പിന്നെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, പിന്നെയും പക മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് പിശാചിന്റെ തന്ത്രം. അവനകത്തോട്ട് കയറണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ അവനെ കയറ്റത്തില്ലെന്ന് പറ. ഞാൻ അവിടെ കേറ്റത്തില്ല. അവനെ കേട്ടത്തില്ല. ആമേൻ. അപ്പൊ ഈ വാശി നിങ്ങളുടെ അകത്ത് വേണേ. അതുകൊണ്ടാണ് ആ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നിങ്ങൾ നോക്കിക്കേ. പത്രോസ്ലീഹയുടെ ലേഖനം നോക്കിയേ, അതാണ് ഉണർന്നിരിപ്പിൻ. നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. ഇതെന്റെ അനുഗ്രഹത്തെ കളയാൻ വേണ്ടി വരുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് വഴിയെ പോകുന്ന സകലരും ഒരു കാരണമില്ലാതെ നമുക്കെതിരെ ഓരോരോ വർത്താനം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു ചായ മേടിച്ചു കൊടുത്ത് വേണമെങ്കിൽ നമ്മൾ ചിലത് പറയാം, ബ്രദറെ ഞാൻ ഒരു പച്ചവെള്ളം പോലും മേടിച്ചു കൊടുക്കാത്ത ആൾക്കാരുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ഞാനാണ് ബിരിയാണി മേടിച്ചു കൊടുത്ത് 3 നേരം ബിരിയാണി മേടിച്ചു കൊടുത്ത് എന്നോട് ഇപ്പോൾ ഭയങ്കര പകയാണ്. ചിലർ ഒത്തിരി പരാതി. അപ്പം ഞാൻ പറയാം, എൻ്റെ സഹോദരി, നിങ്ങൾ കൊടുത്തിട്ടല്ലേ അവർ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്, അതുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ മുഖാന്തരം അവർക്ക് എന്തോ ഒരു അത്ഭുതം നടക്കാണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പിശാച് അവരെ ഹൈജാക്ക് ചെയ്യുന്നതാ. എന്നാലോചിച്ച് നോക്കി. ഇത് പലരും എന്നോട് പറയാറുണ്ട്, നിങ്ങളുടെ അവസ്ഥ അങ്ങനെയൊക്കെയല്ലേ? നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടില്ല, ഞാൻ എന്തോ ഒരു ഉപകാരം ഞാൻ ചെയ്ത ഉപകാരത്തിന്റെ പകുതി പോലും മറ്റൊരു ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പൊ എന്നേക്കാളും ഇഷ്ടം അവരെയാ, എന്നേക്കാളും താല്പര്യം ഇപ്പൊ അവരോടാ. ഇപ്പൊ അവരുടെ കൂടെ നിന്നുകൊണ്ട് എന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പകയോടെ കണ്ടുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയാം, അവരെ വിടിവിക്കുവാൻ വേണ്ടി യേശു നിങ്ങളെ കണ്ടതിന്റെ തെളിവാണ് ഇന്ന് നിങ്ങൾക്കെതിരെ അവർ നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാ, നിങ്ങൾ ഇന്ന് മുതൽ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ നാളെ മുതൽ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ വചനം നോക്കി. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി നാളെ സാക്ഷ്യം പറഞ്ഞു. ഹസ്ബൻഡിനെ പറ്റി എപ്പോഴും പറയും, ഇദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. ഒരു ദിവസം നമ്മൾ ഇന്നാൾ ഈ ഒരു വാക്യം എടുത്ത സമയത്ത്, പത്രോസ്ലീഹയുടെ ലേഖനം എടുത്ത സമയത്ത്, ആ സഹോദരി ഹസ്ബൻഡിനെ ബ്ലെസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും മദ്യപിച്ച് ലക്ക് കിട്ടുക വഴക്കുണ്ടാക്കുന്ന സഹോദരൻ മാനസാന്തരപ്പെട്ട് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം വലിയ മാറ്റം ഉണ്ടായെന്നുള്ള സാക്ഷ്യം നമ്മൾ കേട്ടായിരുന്നു. അവൻ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നാവിലിരിക്കുന്ന അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കണം. അതുമാണ് നിങ്ങളുടെ പലരുടെയും അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ടു പോകാൻ കാരണം ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു മർമ്മമാണ് ബൈബിളിൽ. പിശാച് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. പത്രോസ്ലീഹ പറഞ്ഞു നോക്കി. ആദ്യം പത്രോസ്ലീഹ അനുഗ്രഹത്തെ പറ്റി അല്ല പറഞ്ഞത്. നോക്കിക്കേ, ഈ വാക്യം നോക്കിയേ. പത്രോസ്ലീഹ ആദ്യം അനുഗ്രഹം എന്നല്ല പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ദോഷത്തിന് പകരം ദോഷവും. നോക്കിക്കേ, സ്ത്രീയിലോട്ട് ആ വാക്യം ഒന്ന് നോക്കിക്കേ. ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ. എന്തുകൊണ്ടാണ് ഇത് ആദ്യം പറയാഞ്ഞത്? ആദ്യം അനുഗ്രഹമല്ല, ആദ്യം നിങ്ങൾ ദോഷം ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? ദോഷം ചെയ്യാൻ പോകരുത്. രണ്ടാമതാണ് പറയുന്നത്, നിങ്ങൾ ആരാണ്? ഇനി നമുക്ക് നേരെ ആദ്യ വാക്യത്തിലേക്ക് വരാവേ. 2 പത്രോസ് 1. അതുകൊണ്ട് സഹോദരന്മാർ, വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിക്കണം. ഇങ്ങനെ ചെയ്താൽ, ഇനി 11ാമത്തെ വാക്യമുണ്ട്, ഇങ്ങനെ ചെയ്താൽ ഒരു നാളും ഇടറിപ്പോകാതെ കർത്താവായ യേശുക്രിസ്തു, രക്ഷിതാവായ യേശുക്രിസ്തു നിത്യരാജ്യത്തിലേക്ക് പ്രവേശനം ധാരാളമായി പ്രാപിക്കും.
അതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞതും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും എന്ന് വരികയിൽ ഇത് നിങ്ങൾക്ക് എപ്പോഴും ഓർപ്പിക്കുവാൻ ഒരുക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഉറപ്പും ധൈര്യവും ഉള്ളവരാകണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇടറിപ്പോകത്തില്ല. അപ്പൊ പലപ്പോഴും ഈ പലരുടെയും ജീവിതത്തിൽ നന്മ വരാതെ, എനിക്കറിയാവുന്ന ഒരു ആന്റി, ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പല കാരണങ്ങളുണ്ട്. ചിലപ്പം ഇന്ന് ആ സഹോദരി എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ അധികം ഹിന്ദികളൊന്നും പറയത്തില്ല. പലപ്പോഴും ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യരുതെന്ന്. ഇനി വിഷമാകുമെങ്കിൽ ഞാൻ അധികം ഹിന്ദി പറയത്തില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ മനസ്സിൽ ഒരിക്കലും ഏതെങ്കിലും വ്യക്തിയോടൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കരുത്. എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിന് അത് ഇഷ്ടമല്ല, പരിശുദ്ധാത്മാവിന് അത് താല്പര്യമില്ല. ഇപ്പം എനിക്കിഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, അതായത് നിങ്ങൾക്ക് ദേഷ്യമോ അത് ചെയ്തു കഴിഞ്ഞാൽ, ഭയങ്കര ഇഷ്ടമല്ല, ഭയങ്കര ദുഃഖമാണ്. ആ കാര്യം ഞാൻ ചെയ്തു, എന്നിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചിരിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിനും. പ്രശ്നം. നമ്മുടെ ഉള്ളിൽ പക വെച്ചുകൊണ്ട് നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ദുഃഖം ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റ് ഇടല്ലേ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. നമ്മുടെ കൺഫ്യൂഷൻ ആക്കുന്ന പിശാചിന്റെ ഒരു തന്ത്രമാണ് വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഇങ്ങനെ നമ്മുടെ വിഷയങ്ങളെ പറയിപ്പിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ തിരിക്കുക. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, ശ്രദ്ധിക്കണേ. കാര്യം നിങ്ങൾക്കുള്ള ആലോചന മതി. ഞാൻ പറഞ്ഞില്ല, ചരിത്രം ജീവിതം മാറാൻ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം കൃപാവരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ കാണുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുമായിരുന്നു, എൻ്റെ ദൈവമേ, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തെ ഞാൻ 10 വർഷം മുമ്പ് കാണുമ്പോൾ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞല്ല, അദ്ദേഹത്തിന് 3 വീട് ഒരാൾ ചുമ്മാ കൊടുത്തു. സ്വന്തമായിട്ട് 3 വീട് സ്ഥലവും അദ്ദേഹത്തിനുണ്ട്. ഒരാൾ വെറുതെ കൊടുത്തു. അദ്ദേഹത്തിന്റെ മേൽ ആ പരിശുദ്ധാത്മാവിന്റെ വർധനവുണ്ടായപ്പം, അദ്ദേഹത്തിലൂടെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വെറുതെ കൊണ്ടുവന്ന് ആൾക്കാർ മാലയും മോതിരവും വീടും ഒക്കെ കൊടുക്കും. അപ്പൊ അതൊക്കെ ഇത്ര വലിയ കാര്യമൊന്നും അല്ല. ഒരു വീട് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് ഒരു വിഷയങ്ങൾ മാറാൻ വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. നമുക്ക് ഭാരമായി തോന്നുന്ന കാര്യങ്ങളെ കർത്താവിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? വിളിയും തെരഞ്ഞെടുപ്പും. ഒരു വിശ്വാസിയോടെ ഞാൻ എപ്പോഴും പറയുന്നത്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്ക് ധാരാളമായി പ്രവേശനം ലഭിക്കും. നിങ്ങൾക്കറിയാവോ, വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു ഗണം നമ്മുടെ സമൂഹത്തിലുണ്ട്. വിശ്വാസികൾ എന്താണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ നമുക്കിതൊരു മുന്നോട്ട് പിന്നെയും ഇങ്ങനെ പോകുന്ന ഇഷ്ടമാണോ, അതോ വേറെ രീതിയിൽ പോയാൽ മതിയോ? ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഒരു ചലഞ്ച് ചെയ്യുന്നത് പോലുള്ള വചനഭാഗങ്ങളാണ് വരുന്നത്. കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ആമേൻ. കാരണം ദൈവാത്മാവ് അങ്ങനെ നടത്തുന്നതുകൊണ്ടാണ്. ആർക്കെങ്കിലും പണ്ടൊരു സഹോദരി പറഞ്ഞ പോലെ, ബ്രദറെ, എനിക്ക് ആ ബ്രദർ പറഞ്ഞ സമയത്തിന്റെ ഹൃദയത്തിൽ കുത്തി. ഞാൻ ഒരിക്കലും വ്യക്തിപരമായിട്ട് ആരോടും ഒരു വാക്കുപോലും അങ്ങനെ പറയാറില്ല. പക്ഷെ ആ വചനം ആ ഹൃദയത്തിൽ എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ വചനം ചിലപ്പോൾ നമ്മുടെ ഇടപെടും. അപ്പൊ അങ്ങനെ ഹൃദയത്തിൽ ഒരു മുറി വെക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് കേട്ടോ. ഓർത്തെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ചെയ്താൽ, 11ാമത്തെ വാക്യം, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞു ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പൊ വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം, നമ്മളെ പറ്റിയാണ് പറയുന്നത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി സ്നാനമേൽക്കുന്നതാണ്. അപ്പൊ ബൈബിളിൽ ഞാൻ ഒത്തിരി തെളിവുകൾ പറഞ്ഞു സ്നാനത്തെ പറ്റി. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കുന്നു. സ്വർഗീയ പൗരത്വം ലഭിച്ച നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ മുദ്ര ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിച്ച് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം തന്നിരിക്കുന്നു, കൃപാ വരങ്ങൾ തന്നിരിക്കുന്നു. ഇതാണ് ഒരു വിശ്വാസി. ഇനി വിശ്വാസി ജീവിക്കേണ്ടത് ലോക മനുഷ്യനെ പോലെയല്ല. ഒന്നാമത്, യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ സ്വഭാവമാണ് സ്നേഹം. നമുക്കില്ലാത്തതാണത്.
നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കുന്ന കാര്യമല്ല യേശു പറഞ്ഞത്. ഭാര്യനോ മക്കളെ സ്നേഹിക്കുന്ന കാര്യമല്ല പറയുന്നത്. സഹോദരനോ സഹോദരിയോ കൂട്ടുകാരനെ സ്നേഹിക്കുന്ന കാര്യമല്ല യേശു പറഞ്ഞത്. നിന്റെ ശത്രുവിനെ സ്നേഹിക്കണം. ഇത് നമുക്കെ കൊണ്ട് കഴിയത്തില്ല. യേശു ക്രിസ്തുവിന്റെ ഈ കൽപ്പന അനുസരിക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുന്നവര്? ഉണ്ട് ഉണ്ട് കർത്താവിന് നന്ദി, ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടല്ലോ. പക്ഷെ എനിക്ക് വ്യക്തിപരമായി ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയത്തില്ല കേട്ടോ. കാര്യം എന്റെ സ്വഭാവം, മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയുന്ന ആൾക്കാരല്ല നമ്മൾ ട്രൈ ചെയ്യണ്ട, പരാജയപ്പെടും. നമ്മളെ നോക്കി നമ്മൾ നിങ്ങളെ ഇപ്പോൾ ഉപദ്രവിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ പകയോടെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെ ഒരു വാക്കെങ്കിലും പറയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ട്? നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ദേഷ്യം വരാത്ത ആരുമില്ല. അപ്പൊ ശത്രുവിനെ സ്നേഹിക്കാൻ യേശു പറഞ്ഞ കൽപ്പന നമുക്ക് അനുസരിക്കാൻ കഴിയത്തില്ല. പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതാണ് ആത്മാവിന്റെ ഫലം. ആത്മാവിന്റെ ഫലമുള്ളവർക്കേ അത് കഴിയത്തുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കർത്താവിന്റെ ശിഷ്യന്മാർ നിസ്സാരക്കാരൊന്നും അല്ലായിരുന്നു. ഇടിമക്കളെന്ന് അറിയപ്പെടുക. യോഹന്നാനൊക്കെ നമ്മൾ പറയാം, യോഹന്നാനെ പറ്റി നമ്മൾ പറയും മാറോട് ചേർന്ന ആളാ. പക്ഷെ നിസ്സാരക്കാരനല്ല ആള്. പത്രോസ്ലീഹ ആരായിരുന്നു? വാളെടുക്കുന്നയാളാ. നിങ്ങൾ ആരെങ്കിലും വാളെടുത്തുകൊണ്ട് ആരെങ്കിലും ചെവി കട്ട് ചെയ്യാൻ നിൽക്കുവോ? പക്ഷെ പത്രോസ്ലീഹ റെഡിയാ. നമ്മുടെ കൈ വിറയ്ക്കത്തില്ല കത്തി കൊണ്ട് ഒരാളെ വെട്ടാൻ. പക്ഷെ പത്രോസ്ലീഹയ്ക്ക് ഭയങ്കര ധൈര്യമാണ് ആ കാര്യത്തിൽ. കർത്താവിനെ പിടിക്കാൻ വന്നപ്പോൾ ഒരു പടയാളിയുടെ വാളെടുത്ത് ഒറ്റ വെട്ട് ചെവി അറുത്ത് കളഞ്ഞു. ആരായിരുന്നു പൗലോസ്ലീഹ? സഭയെ മുടിപ്പിച്ചയാളാ. സ്ത്രീകളെയും കുഞ്ഞിലാരെയും യേശുവിലേക്ക് വരുന്ന ആൾക്കാരെ കൊന്ന ആൾക്കാരാ. മത്തായി ആരായിരുന്നു? ചുങ്കക്കാരനായിരുന്നു. അപ്പൊ കർത്താവിന്റെ ശിഷ്യന്മാരാരായിരുന്നു? അവരാരും എന്തല്ലായിരുന്നു? അവർ ലോകപ്രകാരം എല്ലാം നമ്മളെപ്പോലുള്ള മനുഷ്യരായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ദൈവസ്നേഹത്തെ പറ്റി ഇങ്ങനെ പറയാനും, തല്ലുകൊള്ളുമ്പോൾ അവരോട് ക്ഷമിക്കുവാനും, അവരെ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും? ഇന്ന് നമുക്കറിയാം, രക്തസാക്ഷ്യം വഹിച്ചാണ് ശിഷ്യന്മാരെല്ലാം മരിച്ചത്. അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ വൈരാഗ്യം തോന്നാത്തത്? കാരണം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സ്നേഹം. അവിടെ ഞാൻ ആദ്യം പറഞ്ഞത്, യേശുവിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ക്ഷമിക്കുവാനുള്ള കഴിവ്. അത് പരിശുദ്ധാത്മാവ് വന്നതിന്റെ തെളിവാ. പരിശുദ്ധാത്മാവ് വന്നതിന്റെ തെളിവ് അന്യഭാഷ മാത്രമല്ല, നിങ്ങൾക്ക് മറ്റുള്ളവനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളെ മുറിവേൽപ്പിക്കുന്നവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ പറഞ്ഞില്ല, ജഡത്തിൽ നമുക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരും. പക്ഷേ ആ വ്യക്തിയോട് അയാളൊരു സഹായം ചോദിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ പറയാം, നിനക്ക് അത് തന്നെ വരണം, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നീ മുടിഞ്ഞു പോകാൻ വേണ്ടി, നിനക്കത് തന്നെ വരണം, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുന്നയാളല്ല വിശ്വാസി. അവനൊരു വാഗണ്ട് പറഞ്ഞു, യേശു പറഞ്ഞു, എൻ്റെ ശത്രുവിന് വിശന്നാൽ അവൻ ആഹാരം കൊടുക്കണം. ഇതാണ് ആത്മാവിന്റെ ഫലം. ശത്രുവിന് ദാഹിച്ചാൽ അവന് വെള്ളം കൊടുക്കണം. അവിടെ പറയണം, സാരമില്ലെന്നേ എന്ന് പറയുവാൻ ഉള്ളത്തിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഇതാണ് ആത്മാവിന്റെ ഫലം. അപ്പൊ ഇത് നിങ്ങളിൽ വരുമ്പോഴാണ് ഒരു വിശ്വാസിയാകുന്നത്. ഒരു വിശ്വാസി പൂർണ്ണമായും വിശ്വാസിയായി തീരുന്നത് എപ്പോഴാണെന്നറിയാവോ? തന്നെക്കാൾ മറ്റുള്ളവൻ ശ്രേഷ്ഠനെന്ന് എണ്ണുമ്പോഴാണ്. നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറയാം, താഴ്മ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നിങ്ങൾക്ക് താഴ്മ നമുക്ക് വേണം. പറച്ചിലല്ല താഴ്മ വേണ്ടത്. നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഞാൻ വലിയ ആളാ കേട്ടോ, നിങ്ങളൊക്കെ ആരാണ് എന്ന ചിന്ത വരരുതേ. അത് വരുന്നത് അപകടമാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന് വിരോധമാണ്, നെഗളമാണത്. അപ്പൊ ഇത് വരാൻ വേണ്ടി ഞാൻ എന്നാ വെറുതെ കഴിക്കേണ്ടത്? ഞാൻ ഏത് മരുന്നാ? ഒന്നും ചെയ്യണ്ട. നിങ്ങളെ വിളിയും തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി. അയ്യോ, ഞാൻ അനുഗ്രഹം, എനിക്ക് ഉള്ളത്തിൽ നമുക്കൊരു ദേഷ്യം വരുമോ? അയാളൊക്കെ പൊങ്ങി വരുന്നു, അപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ ഗതി പിടിക്കാതെ കിടക്കുന്നു എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. കർത്താവെ, ഞാൻ ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു, ദൈവം എന്നെ മാനിക്കും. ദൈവം എന്നെ മാനിക്കും. അവർക്ക് എന്തൊക്കെ വന്നോട്ടെ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെ പറയാൻ പഠിക്കാൻ മതി. ബാക്കി നിങ്ങളുടെ സ്വഭാവം തന്നെ മാറിക്കോളും. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഒരു നാളും ഇടറിപ്പോകത്തില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് യേശുവിലേക്ക് വന്ന വ്യക്തികൾ സ്നാനമേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവ് എനിക്ക് നല്ലൊരു കൂട്ടായ്മ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഈ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് ഏതാണെന്നറിയോ? ഏറ്റവും വലിയ ചലഞ്ചിങ് പോയിന്റ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെലോഷിപ്പാണ്.
പല വിശ്വാസികളും ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമുക്ക് ആരാധിക്കുവാൻ ഇപ്പം എൻ്റെ ഒരു വിഷൻ ഞാൻ അവിടെ പറഞ്ഞല്ലോ, എൻ്റെ ഉള്ളത്തിൽ ദൈവം തന്നൊരു വിഷൻ, ഇന്ന് തന്നതല്ല പണ്ട് മൂലം അതൊരു വിഷനാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു കൺവെൻഷൻ സെൻറ്റർ, വലിയൊരു ആഗ്രഹം. അപ്പം ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു, സ്വന്തമായിട്ട് ഞാൻ അതിന് വേണ്ടി ഒരു പൈസ, അതായത് നാട് കയ്യിലുള്ളതെല്ലാം വിറ്റും പെറുക്കി ഒരിക്കലും ഞാൻ സ്വന്തമായിട്ട് ഇത് പണിയാൻ ഒരു മെനക്കെടത്തില്ലെന്ന് പറയാൻ കാരണം വെച്ചാൽ എൻ്റെ പ്ലാൻ അല്ല ഇവിടെ നിറവേറുന്നത്. യെരൂശലേം ദേവാലയം പണിതത് യഹൂദൻ്റെ മിടുക്കല്ല, യഹോവയുടെ കരവാ. അപ്പം എൻ്റെ മനസ്സിൽ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി വരുന്ന ഒരു സ്ഥലം. എൻ്റെ ഒരു മനസ്സിൻ്റെ അകത്ത് ദൈവമൊട്ടൊരു വിഷനാണ്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് അത് ഇല്ലായിരിക്കും. നിങ്ങൾ യേശുവിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരാധിക്കാൻ സ്ഥലമൊന്നും ഇല്ലായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സഭാചരിത്രം പഠിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം അവർ ശവക്കല്ലറയിലൊക്കെ പോയിരുന്ന് ആരാധിച്ചത്. ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ വിശ്വാസികളെ ആളുകൾ ശവന്തീനി എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അറിയാവോ? കല്ലറയിൽ പോയിരുന്ന ഒരു കത്രിമേശ എടുക്കും, ഇത് കർത്താവിൻ്റെ ശരീരമാകുന്നു, ഇത് കർത്താവിൻ്റെ രക്തമാകുന്നു എന്ന് ആൾക്കാർ പറയുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ആരെങ്കിലും അതിലേ പോയി കഴിഞ്ഞാൽ അവർ പറയും, ഇതെന്തുവാ, ഇവർ ശവം തിന്നുവാണോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർ അന്നും എന്ത് ചെയ്തു? എവിടെയെങ്കിലും പോയിരുന്നു, മരച്ചുവട്ടിലോ കാട്ടിലോ മേട്ടിലോ എല്ലാവരും പോയിരുന്ന് ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചുകൊണ്ടുവരുന്നു. അവർക്കത് കുറവായി തോന്നിയില്ല. അവർക്കൊരു കാര്യം അറിയായിരുന്നു, ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് ലോകത്തിൽ സഭയ്ക്കുണ്ടായ വിശാലത, ഒരു കാലഘട്ടത്തിൽ ആളുകൾ അവരുടെ അല്പത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ചതുകൊണ്ടാണ്. ഇത് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ വിശാലമായ കാലഘട്ടം ഉണ്ടായതിൻ്റെ കാരണം അന്ന് പല ആളുകളും അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. ആമേൻ. ഇന്നത് മറക്കരുത്. കർത്താവ് എന്നെ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എളുപ്പ വഴി പറഞ്ഞു തരുമോ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി? പകയുള്ളവരൊന്ന് ക്ഷമിച്ച്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വഴി തുറക്കും. ദേഷ്യപ്പെട്ട് നിൽക്കുമല്ലേ, അവരൊന്ന് ബ്ലെസ് ചെയ്ത് ഒന്ന് അനുഗ്രഹിച്ച്, ബ്രദറെ പറ്റുന്നില്ല, ഒന്ന് ശ്രമിക്കുക, ദൈവം സഹായിക്കും. എല്ലാ ദിവസവും ആ ദേഷ്യം വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിനെ അനുഗ്രഹിക്കും. എനിക്ക് എന്ത് പാടായിരുന്നറിയോ എനിക്കത്. ആ ദേഷ്യം വരുമ്പോൾ നമ്മളെക്കെതിരെ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ദേഷ്യവും അരിശവും വരുമ്പോഴും എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഓർമ്മ കയറി വരും, ഇല്ല 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 ഇല്ല, അനുഗ്രഹമാണ് എൻ്റെ വലുത്. അനുഗ്രഹം അനുഭവിക്കാനാണ് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ആ വ്യക്തിയെ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അനുഗ്രഹിക്കും. അങ്ങനെ ശീലിച്ചാൽ ദൈവം നമ്മുടെ മനസ്സ് അങ്ങനെ ആക്കിയെടുക്കും. ശീലിച്ചാൽ ഏതൊരു കാര്യവും സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി. ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ബാക്കി നമ്മളെ. അതുകൊണ്ടാണ് അബ്രഹാമെ, നീ ഒന്ന് ഇറങ്ങ്, കൽദേര പട്ടണമായ ഊരിൽ നിന്നൊന്ന് ഇറങ്ങ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കണ്ടോ? ലോട്ടറി അടിപ്പിച്ചിട്ടല്ല ഇറക്കിയത്, എല്ലാം കൊടുത്തിട്ടല്ല ഇറക്കിയത്. നീ ഇറങ്ങിയാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ നീ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്ക്. വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ഡോറുകളെ തുറക്കുന്ന ദൈവമാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? തിരിച്ചറിഞ്ഞോണേ. എനിക്കറിയാം, സങ്കടത്തിലൂടെ കടന്നു പോവുമായിരിക്കാം, വേദനയിലൂടെ കടന്നു പോവുമായിരിക്കാം, ചോദ്യ ചിഹ്നങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ടിരിക്കുമായിരിക്കാം, പ്രാർത്ഥിച്ച് 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 മടുത്തിരിക്കുമായിരിക്കാം, എൻ്റെ ജീവിതത്തിൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്ന ഓർത്തുകൊണ്ട് ഭാരപ്പെട്ടൊക്കെ ഇരിക്കുമായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാവേ, നാളത്തെ ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട അനുഗ്രഹമാക്കി മാറ്റും. കൈവിട്ടു പോയെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം, എല്ലാം അവസാനിച്ചു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയാണ്, അത്ഭുതം അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ്, നശിക്കാൻ വേണ്ടിയല്ല, ജീവനിൽ വാഴാൻ വേണ്ടിയാണ്. ആമേൻ. അപ്പൊ ഇതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണേ. ഞാൻ പറഞ്ഞ ആ അനുഗ്രഹം കിട്ടാത്തതിൻ്റെ കാരണമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അനുഗ്രഹം തടസ്സപ്പെട്ടു പോരുത്. ആ പകയൊന്ന് മാറ്റിവെച്ച് ഒന്ന് ചിരിച്ചേ നിങ്ങൾ. ആ ദേഷ്യം, ചിലപ്പോൾ ആ വ്യക്തി ചിരിക്കത്തില്ലായിരിക്കാം. ഞാൻ ചിലരെ നോക്കിക്കൊണ്ട് എനിക്കെതിരെ പ്രവർത്തിച്ച് ചിലരെ കാണുമ്പോൾ ഞാൻ ചിരിച്ചിട്ട് അവർ ചിരിക്കാതെ വന്നപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, വേറെ പണിയൊന്നുമില്ല, എന്തിനാ വെറുതെ, അവർക്ക് ഇഷ്ടമില്ല ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്നാ ചെയ്യാൻ, എനിക്ക് അനുഗ്രഹം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. കണ്ടോ? എനിക്ക് അനുഗ്രഹം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് ഉയർച്ച തന്നെ കിട്ടിയേ പറ്റത്തുള്ളൂ. എനിക്ക് കർത്താവിൻ്റെ നാമത്തിൽ വാലല്ല തലയായേ പറ്റത്തുള്ളൂ. എനിക്ക് നന്മ കണ്ടേ പറ്റത്തുള്ളൂ. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കണ്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിർമ്മലരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എത്ര അന്യഭാഷ പറഞ്ഞാലും നമ്മൾ രക്ഷപ്പെടത്തില്ല. ദോഷത്തിന് പകരം ദോഷം ചെയ്തിട്ട് നിങ്ങൾ
എത്ര വചനം പറഞ്ഞാലും ആക്റ്റീവ് ആകാൻ ബുദ്ധിമുട്ടാണ്. കാര്യം അവിടെ ഇങ്ങനെ സ്റ്റക്കായ കാര്യം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ട് നമ്മളിരുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നാൽ നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റും. ഇതെന്നാ ഞങ്ങൾക്ക് എന്നാ പറ്റി മുഖത്തൊരു വാട്ടം? ഇത് തന്നെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് യേശു പറഞ്ഞത്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഒരു വിശ്വാസിയെ പോലെ ഒന്ന് പെരുമാറിക്ക്. എവിടെയെങ്കിലും ഒക്കെ ആരാധനയ്ക്ക് പോകണം കേട്ടോ. ദൈവം അനുവദിച്ചാൽ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് നമുക്ക് കൂട്ടായ്മകളെ തരും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ സുവിശേഷത്തിന് വേണ്ടി വിളിക്കപ്പെടാർ. യേശു ഇന്ന് വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? യേശു ഇന്ന് വന്നാൽ ബ്രദറെ അത് ഞാൻ തിരക്കിലായി ഒന്നുമല്ല, ദൈവം നമുക്ക് എല്ലാം തരും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇപ്പോഴത്തെ ഞാൻ വിശ്വാസത്തിൽ യേശുവിനെ പ്രസംഗിക്കാൻ 2012 ഇറങ്ങിയ സമയത്ത് ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങിയ ആൾ, എല്ലാം വിട്ടേച്ച് കർത്താവിന്റെ നാമത്തെ ഇറങ്ങിയ ആളാണ് ഞാൻ കുടുംബവും. അപ്പൊ എന്റെ മനസ്സിൽ എന്റെ ചിന്തയിൽ ഒത്തിരി ചോദ്യം വന്നു, എങ്ങനെ ജീവിക്കും? അന്നും ഇന്നൊക്കെ വിളിച്ചു പറയും ഉയർച്ച തന്നെ പ്രാപിക്കും. അത് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഇല്ല. സങ്കടം വരാറുണ്ട്, പ്രയാസം വരാറുണ്ട്, ബുദ്ധിമുട്ട് വരാറുണ്ട്, പല സാഹചര്യത്തിൽ കടന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വചനം എന്നെ പറ്റി പറയുന്നത് ഉയർച്ച തന്നെ പ്രാപിക്കും, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കും. അതിലോട്ട് വന്ന് ചേരത്തുള്ളൂ നമ്മൾ. ഈ ഒഴുകുന്ന വെള്ളമല്ല അവസാനം പോയി കടലിൽ ചേരുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ അവസാനം അവിടെ ചെന്ന് എത്തത്തുള്ളൂ. നിങ്ങൾ അത്ഭുത സാക്ഷ്യമായിരിക്കും. നിങ്ങൾ അത്ഭുത സാക്ഷ്യമായിരിക്കും. ഇനി ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തതോടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ ആ ഹസ്ബൻഡിനെയോ പിള്ളേരെയോ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് എന്നിട്ട് പറ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോകും. ഇന്ന് അലറുന്ന സിംഹം പോലെ ആയിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷേ ദൈവം അതിനെയൊക്കെ ഒതുക്കും. ദൈവം ഒതുക്കും. ദൈവത്തിന് കഴിയാത്ത പൗലോസ് ലീഗ ആരായിരുന്നു? സഭയെ മുടിപ്പിച്ച ആളായിരുന്നു. യേശു നേരിട്ട് ഇറങ്ങി വന്ന് പിടിക്കാൻ വേണ്ടി. ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാവും. നന്ദി കർത്താവേ. അപ്പൊ ഈ ദിവസങ്ങളിൽ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടോ? വിളിയും എന്നെ വിളിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയാണ്. അവരിവരും പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകരുതേ. എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ദോഷം വിട്ടകന്ന്, അതാണ് ആ വാക്യം, ദോഷം വിട്ടകന്ന് നിർമ്മലരായിരിക്കണം. ഉണർന്ന് ഏതുറക്കത്തിൽ നിന്ന് ഉണർത്തിയാലും പറയണം, അയ്യോ ആരിലും പറയാം ആ വിഷയം എന്തായിത്തീരും പറയണം. ഞാൻ അത്ഭുത സാക്ഷിയായിട്ട് മാറും. ഒരഡ്ജസ്റ്റ്മെന്റും വേണ്ട കേട്ടോ, ഒരഡ്ജസ്റ്റ്മെന്റും വേണ്ട. ഞാൻ സാക്ഷിയായി തീരും. വിളിച്ചു പറയണം, ഞാൻ സാക്ഷിയായി മാറും, ഞാൻ അത്ഭുതമായി തീരും. ആ വചനം അങ്ങോട്ട് പുറപ്പെടുവിക്കണം. ഞാൻ വരും ദിവസങ്ങളിൽ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളെ പറഞ്ഞുതരാം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സമയം മുന്നോട്ട് പോയല്ലോ. സ്വർഗീയ നല്ല പിതാവേ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വാക്ക് പറയുക, ഇതേപോലെ മുറിവേറ്റ ഒന്നിലധികം വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും അവരുടെ ദേഷ്യമോ അരിശങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ നിമിത്തം ജീവിതത്തിൽ പലപ്പോഴും ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ, ദൈവത്തിന്റെ വലിയ മഹത്വം ഇന്ന് കർത്താവെ അങ്ങ് ചെയ്യുന്നല്ലോ. വലിയ പ്രവൃത്തികളെ അങ്ങ് ചെയ്യുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങയുടെ അത്ഭുതം അവിടെ തുറക്കട്ടെ. അവിടെ ഏത് രാജ്യത്തവരായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എത്ര എതിർപ്പ് വന്നാലും പറയണം, ഞാൻ വളരും. ഒന്ന് വിളിച്ചു പറ, ഞാൻ വളരും, ഞാൻ വളരും, ഞാൻ വളരും. ഇങ്ങനെയൊക്കെ ഒന്ന് പ്രതികരിച്ച്, ഇതാണ് റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിശാചിനോട് എതിർത്തു നിൽപ്പിൻ എന്ന് പറയുന്ന കാര്യം. നമ്മൾ നിൽക്കുന്ന പിശാച് എതിർക്കുന്ന പറഞ്ഞാൽ എന്തുവാ? സാത്താനെ ഓട്, സാത്താനെ ഓട്, സാത്താനെ ഓട്, ഈ പറയുന്ന പരിപാടിയല്ല. റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ എന്തൊക്കെ പ്ലാൻ ഇട്ടാലും നിങ്ങൾ തിരിച്ചു പറഞ്ഞോണം. സകല വഴിയും അടഞ്ഞിരിക്കുവാണ് നിങ്ങളുടെ മുമ്പിൽ. വിളിച്ചു പറ, പുതു വഴി ഞാൻ കാണും. ഉറക്കെ പറഞ്ഞിട്ട്, ഇനി പറയാൻ പറ്റുന്നില്ല ബ്രദറെ, ഒരു ബുക്ക് എടുത്തങ്ങ് കുറെ നേരം അങ്ങ് എഴുത്. ഞാൻ പുതുവഴി കാണും, പുതുവഴി കാണും, പുതുവഴി കാണും, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം. ബ്രദറെ അതിന് പോലും പറ്റുന്നില്ല ബ്രദർ. ആ വീടിന്റെ പുറത്തോട്ട് ഇറങ്ങ്. വീടിന്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് തിരക്കുള്ള റോഡിലൂടെ നടക്ക്. എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ട് നടക്ക്. ഇരിക്കുമ്പോഴാണ് ടെൻഷൻ വരുന്നെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി നടന്നുകൊണ്ട് പറ. ആ വഴിയിലൂടെ നടക്ക്, നടന്നു പറ, നടന്നുകൊണ്ട് പറയണം. ശരീരമൊക്കെ അങ്ങ് തളരട്ടെ, ബുദ്ധിയൊക്കെ തളരട്ടെ, ബലഹീനത അങ്ങോട്ട് വർദ്ധിക്കട്ടെ. പക്ഷെ ആ വചനം നിങ്ങളുടെ മേലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന കൂട്ടത്തിലെങ്ങാനും ഈ കോതമംഗലത്ത് ഒരു സ്ഥലത്ത് ബേസിൽ എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട്? കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ബേസിൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ആരെങ്കിലും സൂമിലുണ്ടെങ്കിൽ, അഥവാ ഇനി ആ വ്യക്തി യൂട്യൂബിലാണെങ്കിൽ
യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. കിട്ടി. പാസ്റ്റർ ബേസിൽ ഞങ്ങൾ ചർച്ചിലെ ഒരു കുട്ടിയാണ്. സ്ഥലം എവിടെയാ അത്? കോതമംഗലം. ബോധമംഗലം. ഇന്ന് ആ മകന് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം എന്ന കുടുംബത്തിന്റെ മേലുണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു മുദ്രപത്രം എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുക. 30 സെന്റ് സ്ഥലത്തിന്റെ ഒരു മുദ്രപത്രമാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് അത് അനുഭവിക്കത്തില്ല എന്ന് വാദിക്കുന്ന പിശാചിന്റെ ഒരു തന്ത്രം ഇന്ന് ഈ രാത്രി തകരുവാണ്. 30 സെന്റ് സ്ഥലമാണ്. 3 പേരുടെ മേലുള്ള അവകാശമായിട്ടാണ് ആ സ്ഥലം കിടക്കുന്നത്. ആ 3 പേരുടെ പേരാണ്. എന്നാൽ ഒരു വ്യക്തിയെ ഞാൻ കാണുന്നില്ല, പക്ഷെ 3 പേരുടെ പേരുകളിൽ ഉള്ളതായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ ആലോചന ഏറ്റെടുത്തോണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഇറങ്ങാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. കർത്താവ് പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? പറയാൻ വേണ്ടിയാണെങ്കിൽ അത് ബേസിലുമായിട്ട് ബന്ധപ്പെട്ടതാണോ പാസ്റ്റർ? അല്ലല്ല, ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടതാരാ? ബാക്കി എല്ലാരും വീട്ടിൽ അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരൊക്കെ ലെഫ്റ്റ് ചെയ്തോ. വിശ്വാസവും പ്രാർത്ഥനയും നിൽക്കുന്നവർ മാത്രം നിന്നാൽ മതി. പിശാചിന് ഇടം കൊടുക്കുന്നവരൊക്കെ ഇവിടുന്ന് ചാടിക്കൂ. കാര്യം ഞാൻ എപ്പോഴും വളരെ സീരിയസ് ആയിരിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ ദൈവസന്നിധിയിൽ മാന്യമായിട്ട് നിന്നോണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നെ കേൾക്കുന്നുവെങ്കിൽ അത് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞോണം, ദൈവം എന്നെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കർത്താവ് കാണിക്കുവാണ്. ആ വ്യക്തിയുടെ പേര് ഇങ്ങനെയാണ് എന്നെ കാണിച്ചേക്കുന്നത്. ബാലു എന്ന് പേരുള്ള ഒരു വ്യക്തിയെ ആ ഭവനത്തെ കർത്താവ് തൊടാൻ വേണ്ടി, ബാലു എന്ന് തന്നെയാണ് പേര്, അതിന്റെ കൂടെ വേറെ ഒന്നുമില്ല, ബാലു എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ആ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിന്റെ സാക്ഷ്യം ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ തുറക്കട്ടെ. അത്ഭുതകരമായ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് അങ്ങ് ചെയ്യുന്നല്ലോ. ഞാൻ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നപ്പ ഞങ്ങളുടെ ഞാനിപ്പോ എല്ലാരും ഒരു നിമിഷം ഞാൻ എല്ലാവരും ഒന്ന് മ്യൂട്ട്. ചേച്ചിയുടെ മോനാണ്. ചേച്ചിയുടെ മോനാ. എന്നാ മോന് വേണ്ടി ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഓ ഹാലലൂയ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു പേപ്പർ വർക്കിന്റെ മേൽ ഒരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു 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 അറബി ലെറ്ററാണ് ഞാൻ കാണുന്നത്. അൽ ജമീൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കമ്പനിയാണോ പേരാണോ വ്യക്തിയാണോ എനിക്കറിയത്തില്ല. അൽ ജമീൽ എന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു പേര് പോലെ ഒരു പേപ്പർ ഡോക്യുമെന്റാണ് ഞാൻ കാണുന്നത്. ആ ഡോക്യുമെന്റിന് ഒരു ബ്രൗൺ കളറിലെ ഒരു പേപ്പർ പോലെ ഞാൻ കാണുന്നത്. വൈറ്റ് അല്ല, ഒരു ബ്രൗൺ, അതായത് നമ്മൾ ഈ ഗോൾഡൻ ബ്രൗൺ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കളറിലൊരു എഗ്രിമെന്റിന്റെ പോലെ ഞാൻ കാണുന്നത്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് ആ വിഷയത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ. കർത്താവെ, ഞാൻ ഇപ്പോൾ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ മിഡിൽ ഈസ്റ്റിൽ യേശുവിന്റെ നാമത്തിൽ അനുകൂലമായി പ്രവൃത്തികൾ വെളിപ്പെടുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അതോടൊപ്പം തന്നെ ആനിക്കാട് അങ്ങനെ എന്തൊരു സ്ഥലപ്പേരാണോ വീട്ടുപേരുടെ കാര്യത്തിൽ ആനിക്കാട് എന്നുള്ള ഒരു സ്ഥലത്തെ ഒരു പേര് കർത്താവിനെ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അത് സ്ഥലമാണോ വീട്ടുപേർ എനിക്കറിയത്തില്ല. ആനിക്കാട് എന്നുള്ളത് അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു എന്നൊരു പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഇന്നൊരു സാക്ഷ്യമായിട്ട് ദൈവം തുറക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് സൂമിലോ ലൈവിലോ കാണുന്ന വ്യക്തിയുമായിട്ട് ബന്ധമെങ്കിൽ എന്നൊരു കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, കുരുക്ക് വീണുകൊടുത്ത് തന്നെ യേശുവിൻ്റെ നാമത്തിൽ കുരുക്കുകളെ അഴിച്ച് ദൈവത്തിന്റെ സാക്ഷിയാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇത് തുറന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ സാക്ഷ്യം ഇന്ന് ആ വ്യക്തിയുടെ മേൽ വരട്ടെ.
അത്ഭുതം വരട്ടെ. ആമേൻ പറഞ്ഞ് കർത്താവിന്റെ ആലോചനയെ ആ വ്യക്തി സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുവാൻ വേണ്ടി. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നാൽ സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. നന്ദി കർത്താവ്. ഞങ്ങളിത് റിലീസ് ചെയ്യും. ഞാൻ എല്ലാവരും ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്യുവാണേ. ഇതിനുശേഷം ഈ ആലോചനകളുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാവേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോ നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ ഞാനൊരു ജബ്ബാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കൊടുക്കൽ വാങ്ങൽ നിമിത്തം ജബ്ബാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തമുണ്ടായ ഒരു പ്രശ്നമെന്നല്ല ഞാൻ കാണുന്നത്. അതിൻ്റെ പിന്നിലേക്ക് ഒരു പ്രശ്നമായി തീരാൻ സാധ്യതയായി നിൽക്കുന്ന ഒരു വിഷയത്തെ ദൈവം ഇന്ന് തൊടാൻ വേണ്ടി പോവാണ്. ഇന്ന് ചില വാർത്തകൾ കേൾക്കും, പക്ഷെ ഭാരപ്പെടരുത്. ദൈവം അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറ്റും എന്നൊരു വാക്ക് പറയുന്നു. ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. ദോഷം ഭവിക്കാതെ ദൈവം സാക്ഷ്യമാക്കി മാറ്റുവാൻ ശക്തനെന്ന് ദൈവം നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. നന്ദി കർത്താവേ. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ യേശു എൻ്റെ രോഗത്തെ അനുഭവിച്ചത്. അങ്ങനെ തന്നെ പറ, ഞാൻ രോഗിയായിരിക്കുന്നതിൽ യേശുവിന് സന്തോഷമില്ല. ഞാൻ രോഗിയാകാൻ വേണ്ടി അല്ല യേശു ക്രൂശിൽ മുറിവേറ്റത്, ഞാൻ രോഗത്തിൽ നിന്നും സൗഖ്യമാകാൻ വേണ്ടി പറഞ്ഞ് സൗഖ്യം എൻ്റെ അവകാശം. പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം പറ, വേദന എൻ്റെ അവകാശമല്ല, രോഗം എൻ്റെ അവകാശമല്ല. ഞാൻ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ രോഗമല്ല, സൗഖ്യമാണ്. അനുഗ്രഹം അനുഭവിക്കുവാൻ, എൻ്റെ കൂടെ പറ, സൗഖ്യം അനുഭവിക്കുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ആരോഗ്യത്തോടെ ഇരിക്കുവാൻ, ആരോഗ്യം അനുഭവിക്കുവാൻ യേശു എന്നെ വിളിച്ചിരിക്കുന്നു. സമൃദ്ധി അനുഭവിക്കുവാൻ യേശു എന്നെ വിളിച്ചിരിക്കുന്നു. തകർച്ച അനുഭവിക്കാനല്ല, ഉയർച്ച അനുഭവിക്കുവാൻ യേശു. നിങ്ങളിത് പറയണം. കേട്ടതുകൊണ്ട് കാര്യമില്ല, കേൾക്കുന്നത് പറയണം. പൗലോസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ഇന്നൊന്ന് സംസാരിച്ച്, വാ തുറന്ന് സംസാരിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഷൈൻ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുക. ഷൈൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ഇപ്പോൾ ഷൈനുമായിട്ട് ബന്ധപ്പെട്ടൊരു സുഹൃത്ത് വലയത്തിൻ്റെ അകത്തുനിന്നും ഷൈനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ ഈ ഷൈനുമായിട്ട് ബന്ധപ്പെട്ടൊരു ടോണീനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ബന്ധം കർത്താവിൻ്റെ നാമത്തിൽ ദൈവം ചില കാര്യങ്ങൾക്ക് വേണ്ടി, പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ദൈവപ്രവൃത്തികൾ അവിടെ ഉണ്ടാകുന്നല്ലോ. ദൈവാത്മാവ് ഇന്ന് സഹായിക്കുന്നല്ലോ. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവ് എന്നെ ഒരു ഭവനത്തെ എന്നെ കാണിക്കുന്ന കർത്താവ്. ഞാൻ ആ ഭവനത്തിൻ്റെ മേൽ കാണുമ്പോൾ സമയത്ത് ഒരു ഫോട്ടോയാണ് ഞാൻ കാണുന്നത്. മരിച്ചുപോയൊരു പിതാവിൻ്റെ ഫോട്ടോ എവിടെ കാണുന്നു. ആ ഫോട്ടോയെ നോക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, ചാക്കോ എന്നാണ് ആ ഫോട്ടോയിലെ വ്യക്തിയുടെ പേര്. ആ കുടുംബത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഒരു വാക്ക് ദൈവം പറയുക, കയറിക്കൂടിയതെല്ലാം ഇന്ന് കുടുംബത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. ആ ഫോട്ടോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ഫോട്ടോയിലുള്ള വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് 2 തലമുറകളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ടത് ഇന്ന് തന്നെ ഇവിടെ ഈ സൂമിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം സൂമിലാണെങ്കിൽ ആമേൻ പറഞ്ഞ് ആലോചനയെ ഒന്ന് സ്വീകരിച്ചോണം. ദൈവം ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. യേശുവേ നന്ദി കർത്താവേ. ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. അവരുടെ സകല പ്രതിസന്ധികളും നീങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് കർത്താവേ, ഇന്ന് പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ കയറിക്കൂടിയ സകലവിധമാകുന്ന പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ തുറക്കുന്നപ്പാ, അത്ഭുതകരമായി തുറക്കുന്നപ്പാ യേശുവിന്റെ നാമത്തിൽ. ആ തടസ്സം നീങ്ങി സാക്ഷ്യമായി മാറട്ടെ. തടസ്സം നീങ്ങി അത്ഭുതമായി തീരട്ടെ കർത്താവേ. അങ്ങയുടെ സാക്ഷ്യം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് ചെയ്യുന്നല്ലോ. അപ്പൊ ഇന്ന് സൂമിലാണെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. അല്ലാത്തവരൊക്കെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് എല്ലാവരും ഈ വ്യക്തികൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പം ഈ നിമിഷം വലിയൊരു അനർത്ഥത്തിൽ നിന്നും ആ കുടുംബം യേശുവിന്റെ നാമത്തിൽ രക്ഷാപദ്ധതിയിലേക്ക് നിറയാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ചാക്കോയുടെ ഭവനത്തെ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സകല പ്രതികൂലങ്ങളും നീങ്ങട്ടെ, സകല പ്രതിസന്ധികളും നീങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
ഇന്ന് സൂമിലാണ് ആ വ്യക്തി എന്നെ കേൾക്കുന്നത്. സൂമിലുണ്ടോ ആ വ്യക്തി? സൂമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ട് പ്രതികരിക്കാം. ബ്രദറെ. ആ, ആരാ അത് ഉണ്ട് സിസ്റ്ററെ? ബ്രദറെ. ചാക്കോ ബാക്കി എന്റെ എല്ലാവരും മ്യൂട്ട് ചെയ്ത്. ഫാദറിന്റെ ആണ്. ആ, ഈ പറഞ്ഞ പോലെയാണ് സിസ്റ്ററെ ഫോട്ടോ ഇരിക്കുന്ന അവിടെ. എന്തിയാ പറഞ്ഞ സൗകര്യം എന്തി കേൾക്കുന്നുണ്ടോ? ബ്രദർ എന്റെ ബ്രദറെ ഓ, മ്യൂട്ടായി പോയതാ. ആ, അതെ ഓക്കെ ബ്രദറെ. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഇരിക്കുന്നത്. ഈ പറഞ്ഞ സിസ്റ്ററുടെ പേരെന്താ? ഞാൻ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. എന്താ ബ്രദറെ? ആ, സിസ്റ്ററുടെ പേരെന്ത് എഴുതിയേക്കുന്നത്? വിന്നി വിന്നി. ഓക്കെ, ഞാൻ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ. സിസ്റ്റർ, ഈ പറഞ്ഞ പോലെയാണോ ഈ ഭവനം നിൽക്കുന്നത് അവസ്ഥ? ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഇരിക്കുന്നൊക്കെ അവിടെ തന്നെയാണോ? ഫോട്ടോ ഞങ്ങളുടെ ഭവനത്തിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സിസ്റ്റർ ഏറ്റെടുത്തോ. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവെ നന്ദി കർത്താവ്. അതോടൊപ്പം തന്നെ കർത്താവ് ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഐസക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേരുടെ കർത്താവിനെ കാണിക്കും. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഐസക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെയും കൂടെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സകല കുരുക്കുകളെയും കർത്താവ് ഇന്ന് അഴിക്കുവാൻ വേണ്ടി പോകുമെന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണം. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവ്, നന്ദി യേശുവേ. അങ്ങയുടെ കൃപ ഇന്ന് കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങയുടെ സാക്ഷ്യം കർത്താവെ കുടുംബത്തിന്റെ മേൽ നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തെ കാണുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കർത്താവ് കാണിക്കുകയാണ്. അതായത് മൈസൂര് യാത്ര പോയിട്ട് ആ മൈസൂര് യാത്രയിൽ നിന്ന് നിങ്ങളൊരു സാധനം മേടിച്ചിട്ട് ആ മേടിച്ച സാധനത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ ആ സ്ഥലത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ അത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുക്കള വശത്താണ് അതിരിക്കുന്നത്. അടുക്കള വശത്താണ്. മൈസൂര് പോയപ്പോൾ നിങ്ങളത് മേടിച്ചതാണ്. ഇപ്പൊ അതിന്റെ പൊസിഷൻ ഇരിക്കുന്ന അടുക്കളയിലാണ്. ഒരു അടയാളം കാണിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇടപെടുന്നത്. ആ വ്യക്തിയെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ കരഞ്ഞ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മറുപടികൾ വെളിപ്പെടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ആമേൻ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചോണം. ദൈവം ഇന്ന് അതിന്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. കർത്താവിന്റെ അത്ഭുതം ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കാൻ ബ്രദറെ വേണ്ടി സ്തോത്രം. പറഞ്ഞു. ഒരു മിനിറ്റ് പറഞ്ഞു സിസ്റ്റർ. സ്തോത്രം. ഞാൻ ഇന്ന് ആക്ച്വലി ഒരു മിനിറ്റ് സിസ്റ്റർ മ്യൂട്ട് ആയി പോയി. പറഞ്ഞു. പറയാമെന്ന് സ്ത്രീ ഈ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയായിരുന്നോ? ബ്രദറെ, പിന്നെ എൻ്റെ മോള് മൈസൂര് ബാംഗ്ലൂർ ടൂറ് പോയപ്പോൾ ഒരു ബെഞ്ച് തവികളും മരത്തിന്റെ തവികളും അടിച്ചോണ്ട് വന്നായിരുന്നു. അത് ഞാൻ അടുക്കളയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു മിനിറ്റ് പറഞ്ഞു സിസ്റ്റർ. ഓളിത് പറയാവോ? എൻ്റെ മോള് മൈസൂർ സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോൾ അവിടെ പോയപ്പോൾ അവിടുന്ന് ഒരു ഈ മരത്തിന്റെ തവികളുണ്ടല്ലോ, ഒരു 5-8 ഉണ്ട്. അത് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുക്കളയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബയ്ക്കകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണത്, സ്റ്റൗവിന്റെ അടുത്ത്. എൻ്റെ മോളെ ഓർത്ത് മോളുടെ ചില വിഷയങ്ങൾ ഓർത്തിട്ട് ഞാൻ ഒത്തിരി ഭാരപ്പെടുന്നുണ്ട്. ഓ കർത്താവ് ഇന്നത് കണ്ടു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ദൈവം ഞാൻ എപ്പോഴും പറയും, ഈ അടയാളം നിങ്ങൾ മൈസൂരിൽ നിന്ന് മേടിച്ച സാധനത്തിന്റെ പ്രശ്നമോ ഒന്നുമല്ല. ഇത് ദൈവം ചില അടയാളങ്ങൾ നിങ്ങളെന്ന വ്യക്തിയെ കർത്താവ് ഫോക്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആ സാധനം ഇപ്പൊ ഇരിക്കുന്നത് അടുക്കള വശത്താന്ന് പറയാൻ കാരണം, യേശുവിന്റെ നാമത്തിൽ ദൈവം ഇന്ന് ഭാരപ്പെട്ട വിഷയത്തെ തൊടാൻ വേണ്ടി പോകട്ടോ. ആ മകളെ ദൈവത്തോട് പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് മറ്റേ ആ വചനം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ. യേശുവിന്റെ നാമത്തിൽ ജാതികൾക്കിടയിൽ കർത്താവ് അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോസ്റ്ററെ വലിയ പ്രവർത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായി നന്ദി പറയുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ബാക്കി എല്ലാവരും അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റുന്നവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവെ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിന്റെ ഓരോ പ്രവൃത്തികളും ഇന്ന് അവിടെ സംഭവിക്കട്ടെ.
ദൈവം എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു. സജീവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. സജീവ്. ഈ സജീവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അമൽ എന്ന് പറയുന്ന മറ്റൊരു പേരുകൊണ്ട് കർത്താവ് വെളിപ്പെടുത്തുവാണ്. ഈ രണ്ട് വ്യക്തികളെ കണക്ട് ചെയ്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോലെ സജീവ് കൊണ്ട് അമലിനെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് പേരുകളെയും കാണിച്ച കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുമെന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ രണ്ട് പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടയാളം, ഒരു പേരല്ല. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് എന്നെ കേൾക്കുന്നത്, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണം. ആ കുടുംബത്തിന്റെ മേൽ, ആ ഒരു ബന്ധത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. സകല പ്രതിസന്ധികളും നീങ്ങട്ടെ, സകല ബുദ്ധിമുട്ടുകളും നീങ്ങട്ടെ. കർത്താവിന്റെ സാക്ഷ്യമായി ഇന്ന് ആ കുടുംബം തീരട്ടെ. ഞങ്ങളിപ്പോൾ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന യേശുവേ, ഇന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ പ്രയാസങ്ങളൊക്കെയും കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷ്യമായി മാറട്ടെ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി വേർതിരിക്കുന്നു, ദൈവപ്രവൃത്തിക്ക് വേണ്ടി വേർതിരിക്കുന്നു. കർത്താവിന്റെ സാക്ഷ്യമായി ഇന്ന് കുടുംബം തീരട്ടെ. അപ്പ സകല തകർന്ന അവസ്ഥയിൽ നിന്നും ദൈവം അങ്ങ് സാക്ഷ്യമാകട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം, ഇനി എല്ലാവരും ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് സ്വന്തമായിട്ട് പറഞ്ഞ്, എനിക്ക് സൗഖ്യം വേണം, സൗഖ്യം എൻ്റെ അവകാശമാണ്. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ദൈവത്തോട് വാശി പിടിക്കുകയല്ല, ദൈവത്തോട് ഞാൻ വാശി പിടിക്കുകയല്ല. കർത്താവ് പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ അവന്റെ കൂപ്പ് കയറി നിൽക്കാൻ പറ്റും. ദൈവരാജ്യം ബലാത്കാരികൾക്കുള്ളതാണ്, ബലാത്കാരികൾക്കുള്ള ദൈവരാജ്യം പിടിച്ചെടുക്കുന്നവർക്കുള്ളതാണ്. അയ്യോ പൊത്തുന്നിരിക്കുന്നവരല്ല, ബലാത്കാരികൾക്കുള്ളതാണ് ദൈവരാജ്യം. പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തതാ, എൻ്റെ യേശു എനിക്ക് വേണ്ടി വില കൊടുത്തതാ. കർത്താവ് എനിക്ക് വിശ്വാസം തന്നതാ, ദൈവം എനിക്ക് ശക്തി തന്നതാ. കർത്താവ്, സൗഖ്യം എൻ്റെ അവകാശമാണ്. ഇപ്പോൾ ആ രോഗികളുടെ മേൽ, രോഗികളായിട്ടുള്ള ഒരു കൈ നിർത്തി വെച്ച് ആ വേദന ഇപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാകുക. ശരീരത്തിന്റെ മേൽ രോഗശക്തികൾ വിട്ടുമാറുക. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞ കാഴ്ചകൾ ഇന്ന് വർദ്ധിക്കാൻ വേണ്ടി പോവാ. ഇന്ന് കേൾവി, ദൈവരാജ്യത്തിൽ യേശു പറഞ്ഞു, മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പറ, ആ വചനം ഒന്ന് പറഞ്ഞ്, മുടന്തൻ തുള്ളുന്ന, ചെകിടൻ കേൾക്കുന്ന, ഊമൻ സംസാരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തി എൻ്റെ അകത്ത് വ്യാപരിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ ശക്തി എൻ്റെ അകത്ത് വ്യാപരിക്കട്ടെ. ഇത് പറയുമ്പോൾ തന്നെ ദൈവരാജ്യത്തിന്റെ സമൃദ്ധി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. വായ്പ മേടിക്കത്തില്ല, പറഞ്ഞു, വായ്പ മേടിക്കത്തില്ല, ഞാൻ വാരി വീതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഇന്ന് ഞാൻ കാണും. യേശുവിന്റെ അത് കണ്ണാടിയൊക്കെ ഊരി മാറ്റിയിട്ടെന്ന് പറഞ്ഞ് യേശുവിന് എൻ്റെ കാഴ്ച വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കാഴ്ച വർദ്ധിക്കട്ടെ. ഈ മൂക്കിൻ്റെ അകത്ത് ഇടയ്ക്ക് സമയത്ത് ഇങ്ങനെ ശ്വാസതടസ്സം പോലെ വന്നിട്ട് അത് അകത്തൊരു പ്രശ്നമായിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഉള്ളവർ കൈയെടുത്ത് വെച്ച് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം സംഭവിക്കുക. ആ വേദന ഇപ്പോൾ തന്നെ, ബുദ്ധിമുട്ട്, വേദനയല്ല ബുദ്ധിമുട്ടാണ്, ശ്വാസതടസ്സത്തിന്റെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്തൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ പ്രോബ്ലം ഇപ്പൊ തീരുക. കൈയെടുത്ത് അതിനകത്തോട്ട് വെച്ച്, മൂക്കയിലോട്ട് കൈവച്ച്, യേശുവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നത്. അകത്ത് കർത്താവ് പുതിയ സൃഷ്ടിപ്പ് നടക്കുക. ഓ യേശുവേ, പുതിയ സൃഷ്ടിപ്പുകൾ നടക്കുന്നു ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ. രോഗമുണ്ടെന്ന്, എനിക്ക് ആ രോഗം ഉണ്ടെന്ന് പറയാനല്ല, സൗഖ്യം ഒന്ന് ചെക്ക് ചെയ്തേ. ആ ശ്വാസമൊക്കെ ഒന്ന് എടുത്ത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോ അത്ഭുത സൗഖ്യത്തിൽ നന്ദി കർത്താവേ. ആ കാലുകളുടെ വേദനകൾ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, യേശുവിന്റെ അടിപ്പിണരുകളാൽ എൻ്റെ അസ്ഥിക്കകത്ത്, ഞരമ്പിന്റെ അകത്ത്, എൻ്റെ ആന്തരിക അവയവങ്ങളുടെ മേൽ സൗഖ്യം വന്നിരിക്കുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങനെ സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി, അങ്ങനെ അത്ഭുതമാക്കിയ കൃപയ്ക്ക് നന്ദി, അങ്ങനെ അത്ഭുത സാക്ഷ്യമാക്കിയ കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നന്ദി കർത്താവേ, അങ്ങ് ഞങ്ങളെ വിടുവിച്ച കൃപയ്ക്ക് നന്ദി, അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞ കൃപയ്ക്ക് നന്ദി, അത്ഭുതകരമായ സാക്ഷ്യത്തിന് നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്തു കഴിഞ്ഞുവല്ലോ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കും. തകർന്നു പോകുവാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല, നശിച്ചു പോകുവാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. അനുഗ്രഹം, ഞാൻ ബൈബിളാ പറയുന്നത് കേട്ടോ,
അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കും. പറഞ്ഞ് ഞാൻ സൗഖ്യമാകുവാനും അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞ് പഠിക്കണം. ഞാൻ കണ്ണാടിയും വെച്ചുകൊണ്ട് ബൈബിൾ വായിക്കാനല്ല യേശുവിനെ വിളിച്ചിരിക്കുന്നത്. കണ്ണാടിയുടെ സഹായമില്ലാതെ കുരുടൻ കാണുന്നു, ചെകിടൻ കേൾക്കുന്നു, ഊമൻ സംസാരിക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറയാനും പഠിപ്പിക്കാനും നിൽക്കുവാനാണ് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയിലിരിക്കാം. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് സാക്ഷ്യം പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ കർത്താവിന്റെ സുവിശേഷത്തിനായി ദൈവരാജ്യത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. കിട്ടാൻ വേണ്ടി വിതയ്ക്കുന്നതല്ല, വിതയ്ക്കുന്നത് ദൈവം തന്ന വിത്തിന്റെ അകത്തു നിന്നാണ്. അത് 100 മേനി കൊയ്യും. ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഐശ്വര്യവും സമ്പത്തും എന്റെ ജീവിതത്തിലുണ്ടാകും, നന്മയും കരുണയും എന്റെ ജീവിതത്തിലുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ സമൃദ്ധിക്കായിട്ട് നന്ദി, അത്ഭുതത്തിനായി നന്ദി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകൾ നിങ്ങൾക്ക് പറയാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുള്ളവർ പറയാൻ തുടങ്ങുമ്പം ഞാൻ നിങ്ങളെ ഒരാളെ പറയാൻ തുടങ്ങുമ്പം മറ്റൊരാളെ മ്യൂട്ട് ചെയ്യും. കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരാൾ പറയും മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ സൗണ്ട് ക്ലാഷ് ആവും, ക്ലിയർ അല്ല. ഒത്തിരി പേര് യൂട്യൂബിൽ എനിക്ക് മെസ്സേജ് അയച്ചു, സൗണ്ട് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നില്ല, ഡബിൾ സൗണ്ട് പോലെ തന്നെ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരാൾ പറയുമ്പോൾ വെയിറ്റ് ചെയ്യുക, സാക്ഷ്യം പറയാതിരിക്കരുത്. കാര്യം നിങ്ങളൊരു സാക്ഷ്യം പറയുമ്പോഴായിരിക്കും മറ്റൊരു വ്യക്തിക്ക് ഒരു സാധ്യത തുറക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഞാൻ സാക്ഷ്യം പറയട്ടെ. ഒന്നല്ല, എനിക്ക് 2 സാക്ഷ്യമുണ്ട്. ഞാൻ എന്റെ തൊട്ടടുത്ത് ബ്രദറെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഓക്കെ. ഞാൻ തൊട്ടടുത്തുള്ള മിനി എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടിയാണ് ഒന്നാമത്തെ സാക്ഷ്യം പറയുന്നത്. അറിയാവുന്നതല്ലേ, കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പൊ ഏകദേശം 10-15 ദിവസം കഴിഞ്ഞ് വീണിട്ട് ആ സഹോദരിക്ക് വേണ്ടിയാ പറയുന്നത്. എന്റെ വീടിന്റെ തൊട്ടടുത്ത. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തോന്നു ഞങ്ങൾ ഒരുമിച്ച് രാത്രിയിൽ അവിടെ ഇരിക്കുമ്പോൾ മിനിമാമ നടുവേദന എടുക്കുന്നത് കൊണ്ട് ഹോട്ട് ബാഗ് വെച്ച് അത് വെച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ആ സംഭവം. ചൂട് കൂടുതലാന്ന് പറഞ്ഞിട്ട് ചൂട് ഓഫാക്കി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിച്ച് ഒന്ന് വരുമോന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഈ ഹോട്ട് ബാഗ് വെച്ചിട്ട് അവിടെ പൊള്ളിയിരിക്കുന്നു. പക്ഷെ പൊള്ളിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് ബ്രദറെ അത്. കാരണം ആ ഹോട്ട് ബാഗ് ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ വെച്ചിരിക്കുന്ന ഫുള്ള് അത് വരണ്ടതാ പൊള്ളല്. പക്ഷെ ഇത് ഒരു സൈഡില് ഒന്നൊരു പൊട്ട് പോലെയും 2 ഒരു പൈസയുടെ ഒരു തൊട്ടിന്റെ വലിപ്പത്തിൽ ഒന്നൊരു ചെറിയ പോറല് പോലെ ഒരു നീളത്തില്, അങ്ങനെ അല്ലാണ്ട് അവിടെ ഒരു പാടോ അല്ലെങ്കിൽ ശരീരം മുഴുവൻ ബാക്ക് സൈഡ് മുഴുവൻ പൊള്ളുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഞങ്ങളിങ്ങനെ തേൻ തൂക്കുമ്പോഴ് ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുക, ചുമന്ന് കിടക്കുന്നത് അങ്ങനെ തന്നെ ഫെയ്ഡായി പോകുന്നത്. ഇന്നും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം നല്ല സ്ട്രോങ് ചുമപ്പ്, ഇങ്ങനെ ഇത് ഹണി തൂത്ത് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അപ്പൊ അത് പെട്ടെന്ന് തന്നെ അത് ഫെയ്ഡായി വരുന്നതും ആ പൊങ്ങിയിരുന്ന ആ കുത്തുപോലുള്ളത് പിന്നെ അതിനൊരു ചലനമോ ഒന്നും ഉണ്ടായില്ല. അത് പൂർണ്ണമായിട്ട് കർത്താവ് അത് സൗഖ്യമാക്കി. ശരിക്കും പറഞ്ഞാൽ ഹോട്ട് ബാഗ് വെച്ച മുഴുവൻ സൈഡ് പൊള്ളേണ്ടതിന് പകരം ചെറിയൊരു അടയാളം മാത്രം അവിടെ അത് അവശേഷിച്ചു. ശരിക്കും ദിവസങ്ങളിൽ ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഓരോ നിമിഷവും. ഇന്ന് എന്റെ മകൾക്ക് വേണ്ടിയുള്ള ഒരു സാക്ഷ്യമാണ്. കാരണം ഇന്ന് അവളുടെ എക്സാം ആയിരുന്നു, നഴ്സിംഗിന്റെ 3rd സെമ്മിന്റെ. അപ്പൊ ഇന്നലെ ഉച്ചയായപ്പോഴ് അവള് ഡ്രസ്സ് വിരിക്കാൻ ഹോസ്റ്റലിൽ ഇതിരുന്നപ്പോഴ് അവളുടെ 2 കൈയിലും ഈ കടന്നല് വന്ന് കുത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇത് നീര് വെക്കാൻ തുടങ്ങി. വലത് കയ്യിലത്തെ ഞാൻ വിരളയിലാ കുത്തിയത്, നീര് വെക്കാൻ തുടങ്ങി. വൈകിട്ടായപ്പോഴത്തേന് നല്ല നീരായി. ഇന്ന് എക്സാം എഴുതുന്ന എങ്ങനെയാണ് ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട് അപ്പൊ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണേലും കർത്താവ് നിന്റെ സാക്ഷ്യമാക്കി അവിടെ നിർത്താനായിട്ട് മോളെ ഇങ്ങനെയൊന്ന് വന്നത്. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും കട്ടായി പോയായിരുന്നേ. ഓഡിയോ കട്ടായി പോയി. ഹലോ പറഞ്ഞു. ബ്രദറെ, അത് മ്യൂട്ടായി പോയി.
ഒരു ട്വീറ്റ് മാത്രമേ എടുത്തതുള്ളൂ ബ്രദറെ. ഞങ്ങളിങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കേട്ട ഓരോ വചനങ്ങൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കുഞ്ഞിനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്ന് രാവിലെ ആയിട്ടും ചെറിയൊരു മാറ്റേ വന്നുള്ളൂ. പക്ഷെ അവൾ എക്സാം എഴുതാൻ പോയി ചെന്നിരുന്നപ്പോ മുതൽ ആ കൈയിട്ട് നീര് പൂർണ്ണമായി മാറാൻ തുടങ്ങി. ബാക്കി അവള് ഒന്നും പഠിച്ചില്ലെന്ന് പറഞ്ഞു, പക്ഷെ നന്നായിട്ട് ആ എക്സാം എഴുതുവാൻ തക്കണം അവളെ സഹായിച്ചു കർത്താവ്. ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ എന്തായാലും ഇന്ന് കൂട്ടായ്മയിൽ അത് സാക്ഷ്യം പറയുമെന്ന് തന്നെ പറഞ്ഞു. ശരിക്കും ഓരോരുത്തരുടെ പ്രാർത്ഥന ബ്രദറെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം. പ്രത്യേകിച്ച് ബ്രദർ കൂടി ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങൾ അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ വരുമ്പോ ആ വചനം അപ്ലൈ ചെയ്യാൻ തക്കണം ബ്രദറിൽ കൂടി ഞങ്ങളെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല അജിതസിന്റെ പ്രാർത്ഥന, അത് മിനിമാമ്പഴയ്ക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥന ശരിക്കും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. അത്രത്തോളം തന്റെ മകൾ ആത്മാർത്ഥമായിട്ട് തന്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ദൈവം ധാരാളമായിട്ട്. ബ്രദറിനെയും കുടുംബമായി ഇതിലുള്ള കൂട്ടായ്മയിൽ ഓരോരുത്തരെയും അവൻ തീർച്ചയായിട്ടും പ്രേസ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രണ്ട് കാര്യങ്ങൾ നടന്നത്. ഒന്ന്, ആ പൊള്ളലേറ്റ ഭാഗത്ത് ആ ഒരു എന്താ പറഞ്ഞത്, അവിടെ വലിയൊരു പാടുണ്ടായിരുന്നു. ഇന്ന് അത് പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ കണ്ടു നിൽക്കുക തന്നെ അത് അപ്രതീക്ഷിതമായി പോയി. അതോടൊപ്പം തന്നെ മോളുടെ വിഷയത്തിന്റെ അകത്ത് കടന്നൽ കുത്തിയിട്ടുള്ള നീര് വെച്ചിരുന്നു. യേശുവിന്റെ നാമത്തിൽ ആ എക്സാം നടക്കത്തില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അതിന്റെ നടുവിൽ കർത്താവ് സാക്ഷ്യമാക്കി മാറ്റി. ഇന്ന് രണ്ട് കാര്യങ്ങളും ഇന്ന് നമുക്ക് ബലം തരുന്നതാണ്. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, വിശ്വാസത്തെ മാനിക്കുന്ന ദൈവമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അത്ഭുതകരമായ സാക്ഷ്യങ്ങളെ തുറക്കുവാനും കർത്താവ് ഇടയാക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. സ്തോത്രം ബ്രദർ. സിന്ധുവാണേ. ഞാൻ ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു. ആ മറ്റേ മുന്നേ പറഞ്ഞ സിസ്റ്റർ പറഞ്ഞതുപോലെ ബ്രദറിനെ കർത്താവ് ഒരുപാട് ഉപയോഗിക്കുന്നു ഞങ്ങൾക്ക് ബലപ്പെടാൻ തക്കവണ്ണം ദൈവം. കാരണം ഞാനൊക്കെ 2010 രക്ഷിക്കപ്പെട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, തരണേ തരണേ എന്ന് പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു ബ്രദർ. ഇപ്പൊ വചനം വെച്ച് ഞങ്ങളിങ്ങനെ അവകാശം, ബലാത്കാരികൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നു എന്ന് പറഞ്ഞ പോലെ സ്വർഗരാജ്യത്തിന്റെ നന്മകൾ ഓരോ ദിവസവും എടുക്കുന്നു. അത് ഞാൻ പറയാൻ കാര്യം, 2018 ഞാൻ സ്റ്റെപ്പിന്ന് ടെറസിന്റെ അവിടുത്തെ സ്റ്റെപ്പിന്ന് വീണ് എന്റെ ടെയിൽ ബോണ് ഫ്രാക്ചർ ആയി. ഞാൻ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. 1 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ 60 days വീട്ടില്. മൊത്തം ഒരു 100-120 ദിവസം ഞാൻ ഇങ്ങനെ റെസ്റ്റിലായിരുന്നു. അവിടെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ട് എണീറ്റെങ്കിൽ എനിക്ക് എപ്പോഴും നട്ടല് വേദനയുണ്ട്, എപ്പോഴും മോള് തടവുമായിരുന്നു. ഞാൻ ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞിരുന്നു. അതിന് ഇവിടെ ബ്രദർ പറഞ്ഞ പോലെ ക്രൂശിൽ എനിക്ക് സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറഞ്ഞ് ഒരു ദിവസം സ്പോട്ടിൽ എന്റെ ആ നട്ടല് വേദന അങ്ങ് മാറി. ഞാൻ ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞു. പക്ഷേ ഈ പോയ വീക്ക്, അതായത് ട്യൂസ്ഡേയില് നമ്മുടെ ഈ ബാക്കിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഉള്ള ആ ട്യൂസ്ഡേ ഞാൻ മുകളിൽ തുണി വിരിക്കാൻ കയറി. ഇപ്പോഴത്തേക്ക് ഇവിടെ മഴയുണ്ടായിരുന്നു. അപ്പം വെള്ളം കെട്ടിക്കിടന്ന് ഓവ് അടഞ്ഞത് കൊണ്ട് ഞാൻ ഓവ് ഇല്ല ചവറൊക്കെ അങ്ങോട്ട് മാറ്റി. പക്ഷെ വെള്ളം പോയി ബ്രദറെ, അവിടെ വഴുക്കലുണ്ടായിരുന്നു. എന്റെ 2 കാലും വലിച്ചങ്ങിട്ട് ഞാൻ ഇങ്ങനെ മലർന്നങ്ങ് വിഴിഞ്ഞ് വീണ്ടും അതേ ടെയിൽ ബോണ് ഇടിച്ച് എന്റെ പുറകോശം, തലയുടെ പുറകോശമൊക്കെ അടിച്ച് ഞാൻ ഒരു 5 മിനിറ്റ് അവിടെ തന്നെ കിടന്നു. അന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഇവിടെ തട്ട് കിട്ടാതെ നിങ്ങൾ നോക്കിക്കോണം. ബ്രദറെ, ഞാൻ അവിടെ കിടന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് നിരങ്ങി ആണ് ഞാൻ ടെറസിൽ നിന്ന് താഴെ ഇറങ്ങി വന്നത്. എന്നിട്ട് എന്റെ വീട്ടുകാരെല്ലാരും കൂടെ പറഞ്ഞ് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. അമ്മ ഇല്ല, എന്റെ നട്ടല് വേദന എന്റെ കർത്താവ് സൗഖ്യമാക്കിയതാണ്. ഈ തട്ടിയാലും മുട്ടിയാലും ദൈവം സുഖം തന്ന സുഖമാണല്ലോ ബ്രദറെ. അത് വിശ്വസിച്ച് ഓരോ ദിവസവും ഞാൻ പറഞ്ഞു, ആ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ഇന്ന് ഇത്ര ദിവസമായി ബ്രദറെ എനിക്ക് വേദനയുണ്ട് എന്ന് ചോദിച്ചാൽ വേദനയുണ്ട്. ഞാനൊരു എക്സ്റേ എടുക്കാൻ പോലും ഞാൻ പോയില്ല. ഇത്രയും വലിയൊരു വീഴ്ചയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് 2 കാലിൽ എണീറ്റ് നടക്കേണ്ടതല്ല. അവിടെ ബ്രദർ പറഞ്ഞു തന്ന ആ വചനം ആണ് ഞങ്ങൾക്ക് ബലമായത്. എത്രയോ നാളുകളിൽ പേപ്പറിൽ അക്ഷരം മാത്രമായി കിടന്ന വചനം ജീവനായിട്ട് ഇന്ന് നമുക്കത് സ്വീകരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. എനിക്ക് ഓരോ ദിവസം ഗ്രാജുവലി എനിക്ക് വേദനകൾ പൊക്കോണ്ടിരിക്കുന്നു. വിശ്വാസ വേദന അങ്ങ് തോന്നുമ്പോൾ എന്നെ കർത്താവ് സൗഖ്യമാക്കി. ഈ വേദന ഞാൻ അനുഭവിക്കൂല, എന്നെ സൗഖ്യപ്പെടുത്തി. ദൈവരാജ്യത്തിന്റെ സൗഖ്യം ഉണ്ട്. ഞാൻ ദൈവരാജ്യത്തിലാണ്, സൗഖ്യം എന്റെ അവകാശമാണ്. ഇങ്ങനെ പറഞ്ഞ് എനിക്ക് പോകാൻ എനിക്ക് കഴിയുന്ന ഓരോ ദിവസവും ശരിക്കും മഞ്ഞയാണ് ബ്രദർ ഞങ്ങൾക്ക് തരുന്നത്. ഇസ്രായേൽ മക്കൾക്ക് കിട്ടുന്നത് പോലെ ജീവിക്കാനുള്ള മഞ്ഞ എന്ന് മാത്രമേ ഈ സൂം മീറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. നന്ദി കർത്താവ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ വീഴ്ച നിമിത്തം ഉണ്ടായ വേദന വർഷങ്ങൾക്ക് മുമ്പ് നടന്നു. ആ വേദന സഹോദരി പറഞ്ഞ പോലെ നേരത്തെ അത് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവ് അത് പൂർണ്ണ സൗഖ്യമാക്കി.
ഡോക്ടർ അന്ന് പറഞ്ഞിരുന്നു വീണ്ടും അവിടെ തട്ടാതെ നോക്കണം, പക്ഷെ വീണ്ടും അതേ സ്ഥാനത്ത് ഒരു വീഴ്ച ഉണ്ടായി. പക്ഷെ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കിടപ്പിലായില്ല, എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അനുദിനം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ കർത്താവ് നടത്തുന്ന എപ്പോഴും ഓർത്തോണം. കർത്താവ് എനിക്ക് ആരോഗ്യത്തിന് വേണ്ടിയാണ് ക്രൂശിൽ കർത്താവ് രോഗം അനുഭവിച്ചത്. ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ്, ഞാൻ സൗഖ്യമായിരിക്കാൻ വേണ്ടിയാണ് യേശു മുറിവേറ്റത്. ഈ സഹോദരി പറഞ്ഞ പോലെ തന്നെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി. യേശു ക്രിസ്തു ക്രൂശിൽ കൊടുത്ത വിലയാണ് എൻ്റെ അനുഗ്രഹം. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഇനിയും കർത്താവ് സാക്ഷ്യങ്ങളാൽ ഒരുക്കും, അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റും. അനേകർക്ക് വേണ്ടി വിശ്വാസത്താൽ പ്രാർത്ഥിച്ചോണം. അത്ഭുത സൗഖ്യത്തെ കർത്താവ് ചെയ്യും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ബ്രദറെ. സ്തോത്രം സ്തോത്രം. പറഞ്ഞു. ഞാൻ കഴിഞ്ഞ കുറച്ചു മുമ്പ് മൈസൂരിന്റെ മറ്റേ ആലോചന കേട്ടപ്പോഴത്തേക്ക് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു, അൺമ്യൂട്ട് ചെയ്യാൻ പക്ഷെ പറ്റിയില്ല. പറഞ്ഞു സിസ്റ്ററെ. ഈ ഭാഷ ആലോചനയായിട്ട് അത് ബന്ധപ്പെട്ടാണ് സിസ്റ്റർ പറയുന്നത്. അതെ അതെ അതെ, മൈസൂരിൽ നിന്ന് മേടിച്ച, ഞങ്ങളൊരു 3 വർഷം മുമ്പ് ടൂർ പോയപ്പോ മേടിച്ച ഒരു ട്രേ ആണ് തടി കൊണ്ടുള്ളത്. അടുക്കളയിലാണ് ഇരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു സിസ്റ്റർ. കർത്താവ് കണ്ണുനീരിന്റെ മറുപടി തരാൻ വേണ്ടി കേട്ടോ. ഭാരങ്ങളെ ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോവാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. യേശു നാമത്തിൽ തന്നെ. ആമേൻ. ഒരു കാര്യം കൂടെ ഒന്ന് ബ്രദറെ, ഒരു കാര്യം കൂടെ, ഞങ്ങള് ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പില് ഇപ്പം ഈ അന്ത്യനാളിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മുടെ യുദ്ധത്തിന്റെ കാര്യം വന്നപ്പോഴത്തേക്കും എല്ലാവരും ആകപ്പാട് സ്പ്ലിറ്റ് ആയ പോലത്തെ ഒരു അവസ്ഥയായിപ്പോയി. പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പാ, പക്ഷെ മുഴുവൻ ഇങ്ങനെ എന്താ പറയാ, ഒരു കലഹത്തിന്റെ ഒരു അവസ്ഥയിലോട്ട് പോയി. പക്ഷെ എന്നാലും അതിനകത്തുനിന്ന് ഇപ്പം നമ്മൾ കൂടുതൽ ബൈബിൾ റെഫറൻസ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കും ആ ഒരു പ്രശ്നത്തിൽ നിന്ന്. അപ്പൊ ആ ബൈബിൾ റെഫറൻസ് നോക്കിയപ്പോഴത്തേക്കും ഇസ്രായേലിനെ ശിക്ഷിക്കാൻ കേൾക്കത്തില്ല. ദൈവം ബാബിലോണിനെ തിരഞ്ഞെടുത്തു എന്നൊരു അതിനെ കുറിച്ച് എന്തെങ്കിലും ബ്രദറെ? കേട്ടില്ല സിസ്റ്റർ. ആ ബാബിലോണിനെ തെരഞ്ഞെടുത്തു ഇസ്രായേലിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ഭാഗം ദിനവൃത്താന്തത്തിലുണ്ടോ സിസ്റ്റർ? എന്നറിയോ, നമ്മൾ വെളിപ്പാട് പുസ്തകവും നമ്മൾ പഴയ നിയമത്തിലെ ഇസ്രായേൽ പ്രവചനങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളെയും നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് പല യുദ്ധങ്ങൾ, അതായത് യുദ്ധശ്രുതികളെ പറ്റി കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയാണ്. അപ്പം ഇസ്രായേലിനെ ഇന്ന് മുതൽ ഞാൻ വലിയൊരു സബ്ജക്റ്റ് ആണത്. ഇസ്രായേലിന് സംഭവിക്കുന്നത് ഇന്നല്ല, യുദ്ധം എപ്പോഴും ഉണ്ട്, എപ്പോഴും അവരിൽ യുദ്ധമുണ്ട്. ഇതൊക്കെ ഒരു സൈൻ മാത്രമാണ്. ഇതിലും വലിയൊരു ലോകത്തിൽ സംഭവിക്കും. ഇപ്പൊ നമ്മളെല്ലാവരും സേഫ് ആണ് അല്ലെ? ലോകം ഇപ്പൊ സേഫ് ആണ്. പക്ഷെ യുദ്ധം ലോകത്തെ ബാധിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ പ്രവചനങ്ങളൊക്കെ കൂട്ടി യോജിച്ചു വരുന്നത് കേട്ടോ. ലോകത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഈ ദിവസങ്ങളിൽ സമാധാനത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. പക്ഷെ എങ്കിലും നമ്മൾ ഒരാളുടെയും പക്ഷം ചേരാതെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം അവരെല്ലാവരും യേശുവിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. ദൈവ സഹായം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു. പറഞ്ഞു. കുറച്ചു ദിവസമായിട്ട് എനിക്ക് ഭയങ്കര നടുവിനും ഏണിനും വേദനയായിരുന്നു. ഞാനിങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണ്ടേയിരുന്നു. എനിക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്ന് കുനിഞ്ഞൊരു സാധനം എടുക്കുവാൻ പോലും പറ്റാത്ത വിധം വേദനയായിരുന്നു. ഏതായാലും ഞാൻ ആശുപത്രിയിലെങ്ങും പോകാതെ വചനത്താൽ തന്നെ ഇരുന്ന് എന്റെ വേദന പൂർണ്ണമായി മാറി. അത് സാക്ഷ്യമായിട്ട് പറയുന്നു. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്കെന്ന് പറയാ. ആന്റി പറഞ്ഞോടെ തന്നെ നടുവേദനയാൽ ഭാരപ്പെട്ടു, പക്ഷെ വചനം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. വചനം പറഞ്ഞ് എന്ത് സംഭവിച്ചു? ആ രോഗത്തിന്റെ പിന്നെ അവിടെ ഇരിക്കാൻ പറ്റിയില്ല, അത് ചാടിപ്പോയി. ഇന്ന് സാക്ഷ്യമാക്കി യേശു മാറ്റിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. അനേകർക്ക് വേണ്ടി ഇനി മുതൽ പോയി പ്രാർത്ഥിച്ചോണം, അവരെ സൗഖ്യമാക്കിക്കോണം. യേശുവിന്റെ നാട്ടിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. എന്റെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് വിളിക്കുന്നത്. ഹലോ ബ്രദറെ, കേക്കാവോ? പറഞ്ഞു സിസ്റ്ററെ. സാക്ഷ്യം പറയാനാണോ? ആന്ന് സാക്ഷ്യം പറയാം. പറഞ്ഞു. ഞാൻ ഇന്ന് എനിക്ക് കണ്ണിന്റെ 2 വശത്ത് നെറ്റിക്ക് ഭയങ്കര വേദനയും മൂക്കിന്റെ ഭാഗത്ത് വേദനയായിരുന്നു. അപ്പം മിനിഞ്ഞാന്ന് തൊട്ട് ഞാൻ പറ്റുന്നില്ല. ഈ സമയം വേറെ ആയത് കാരണം എഴുന്നേൽക്കുമ്പോഴൊക്കെ പ്രാർത്ഥന തീർന്നു പോയി. ഇന്ന് ഞാൻ ഉറങ്ങാതെ തന്നെ ഇരുന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് പറഞ്ഞു.
അല്ലാത്ത അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നു. ഇപ്പോഴ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് ഇപ്പോൾ തന്നെ ആ നെറ്റിക്കുള്ള പൂർണ്ണ സൗഖ്യം ദൈവം തന്നു. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കൽ. അവിടെ ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ 2:30-3 മണിയാവും. കണ്ടോ, നിങ്ങൾ ഈ സഹോദരിയുടെ സാക്ഷ്യം കേട്ട് നോക്കി. രാവിലെ 2 മണി 3 മണി അല്ലേ സിസ്റ്ററെ? അത് രാവിലെ ഇപ്പൊ രാത്രി അതെ വെളുപ്പിന്. അതായത് രാത്രി 2 മണി 3 മണിക്കാണ് സിസ്റ്റർ ആ സമയത്ത് ഉണർന്നിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന കേൾക്കുവാണ്. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ യേശു ആ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പ്രിയമകളെ സൗഖ്യമാക്കി. അപ്പൊ നമ്മളൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് എല്ലാവരും വില കൊടുത്താണ് ഇരിക്കുന്നത്. സിസ്റ്ററെ മാനിക്കും ദൈവം. ഇത് സൗഖ്യം ഒരു ആരംഭമാണ്. ആ രാജ്യത്ത് കർത്താവ് മാനിക്കും. അനേകർ നിന്നക്കകത്ത് ദൈവം സാക്ഷിയാക്കി മാറ്റും കേട്ടോ. അത്ഭുതമാക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. താങ്ക് യു ബ്രദർ. താങ്ക് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ് ബ്രദർ. എനിക്ക് പാസ്റ്റർ പറഞ്ഞില്ലേ മൂക്കിന്റെ അവിടെ അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്നുള്ളത്. എനിക്ക് 3-4 ദിവസമായിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഭയങ്കര ശ്വാസം എടുക്കാൻ പറ്റത്തില്ലാത്തിരുന്നു. അതും തന്നെയല്ല കണ്ണിന് ചൊറിച്ചില്. അങ്ങനെ ഞാൻ ഡോക്ടറെയൊക്കെ കാണിച്ചപ്പോഴും മരുന്ന് തന്നു. പക്ഷെ ഞാൻ മരുന്ന് കഴിച്ചില്ല. ഞാൻ വചനം പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, വചനം പറഞ്ഞു. ഞാൻ ഇപ്പൊ എനിക്ക് ഒത്തിരി ഒത്തിരി വ്യത്യാസമായി. പരിപൂർണ സൗഖ്യം വന്നു എനിക്ക്. ദൈവത്തിന് നന്ദി. പിന്നെ പക്ഷെ ഞാൻ എന്റെ ഹസ്ബൻഡിന് ജോലി ഇല്ലായിരുന്നു 2 വർഷമായിട്ട്. അപ്പൊ ഞങ്ങള് ഈ ജോയിൻ ചെയ്യുമായിരുന്നു എപ്പോഴും. ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. ഇന്നലെ മുതൽ ജോലിക്ക് കയറി. പുതിയൊരു ജോലി കിട്ടി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. നല്ലൊരു ജോലി കിട്ടിയതിന് നന്ദി കർത്താവേ. പ്രിയ സഹോദരി പറഞ്ഞ സാക്ഷ്യങ്ങൾ കേട്ടല്ലോ. മൂക്കിന്റെ വിഷയമായിട്ട് നിൽക്കുമായിരുന്നു. രോഗത്താൽ ഭാരപ്പെട്ട് ഡോക്ടറെ കാണിച്ചു. വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ആ മരുന്ന് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വേദന മാറി. ഹസ്ബൻഡിന്റെ ജോലിയില്ലാതെ ഭാരപ്പെടുവാൻ ദൈവം പുതുവഴിയെ തുറക്കുവാൻ ദൈവം ഇടയാക്കി. 2 സാക്ഷ്യങ്ങൾക്കുമായി നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും സാക്ഷിയാക്കി മാറ്റും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം തൊടുപുഴ കഴിഞ്ഞ് മൂവാറ്റുപുഴയ്ക്ക് അടുത്താണ്. എന്റെ ചേച്ചിയുടെ കൂട്ടുകാരി ആനിക്കാട് താമസിക്കുന്നുണ്ട്. ഞാനത് ഏറ്റെടുക്കും. ആനിക്കാട് സ്ഥലമുണ്ട്. അത് മൂവാറ്റുപുഴ, തൊടുപുഴയിൽ മൂവാറ്റുപുഴ പോണ വഴി ആനിക്കാട്. ഓക്കെ. അവിടെയുള്ള ആരാ അത്? എന്റെ ചേച്ചിയുടെ കൂട്ടുകാരി അവിടെയാ താമസിക്കുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. ബലപ്പെടുത്തിയവരെ പറഞ്ഞോണം. പ്രാർത്ഥനയെ കേട്ടതാണ്. ദൈവം സാക്ഷിയാക്കി മാറ്റും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. ഇന്ന് പാസ്റ്റർ പറഞ്ഞായിരുന്നു മൈസൂറിൽ നിന്ന് ഒരു ഇത് കൊണ്ടുവന്നിട്ട് അടുക്കള വശത്തായിരിക്കുന്നത്. അത് ഞാൻ എന്റെ ഫ്രിഡ്ജിന്റെ അവിടെയാണ് മൈസൂർ കൊണ്ടുവന്ന സാധനം ഇരിക്കുന്നത്. ഫ്രിഡ്ജെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. ദൈവം എന്റെ കണ്ണുനീരിനും ദൈവം അത്ഭുതം ചെയ്ത് പല വിഷയങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആവശ്യത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇനിയും സാക്ഷിയാക്കി മാറ്റും. വലിയ പ്രവൃത്തിയാൽ സ്വർഗം നിറയ്ക്കുവാനിടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? കർത്താവേ നല്ല ജയം കൊടുത്ത ദൈവത്തിന് നന്ദി കർത്താവേ. നല്ല ജയം നന്ദി കർത്താവേ. പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. ക്ലിയർ അല്ല സിസ്റ്ററെ. നെറ്റ്വർക്ക് കട്ടാവുന്നുണ്ടേ. കേൾക്കാൻ പറ്റില്ല. സിസ്റ്റർ ബ്രേക്ക് ആവുന്നുണ്ട്. നെറ്റ്വർക്ക് ബ്രേക്ക് ആവുന്നുണ്ടേ. കേൾക്കാമോ ബ്രദർ? ഇപ്പൊ കേൾക്കാമോ? 15-ാം തീയതിത്തെ വചനത്തിന്റെ ക്ലാസ് പിന്നെ യൂട്യൂബിലില്ല. എന്നുവെച്ചാ 15-ാം തീയതി നൈറ്റിൽ ഇട്ടപ്പോ ഉണ്ടായിരുന്നു. 16-ാം തീയതി ഉണ്ടായില്ല. 17-ാം തീയതി എടുത്തപ്പോഴും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ ഒരു ദിവസം വന്നു. പിന്നെ അത് എടുക്കുമ്പോ കാണുന്ന ആ മെസ്സേജ് ഇല്ലെന്നാ കാണുന്നത്. 15-ാം തീയതി തിങ്കളാഴ്ച. ഞാൻ നോക്കാം. എന്നെ പറ്റിയാ നോക്കാവേ. അതിന് ലാസ്റ്റ് വരുമ്പോ
ഒരിച്ചിരി ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വചനം പറയുമ്പോഴോ അല്ലെങ്കിൽ തൂത് പറയുമ്പോഴോ ഒന്നും ഒരു ഇതില്ല. രണ്ടാമത് എത്തുമ്പോ വീണ്ടും വിശ്വാസ പ്രഖ്യാപനം ഏറ്റു കയറി വരണമെന്നേ ഉള്ളൂ. അത് ഇട്ട് തന്ന വലിയ ഉപകാരമായിരിക്കും. ഓക്കെ സിസ്റ്റർ, ഞാൻ ചെക്ക് ചെയ്യാം. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കേൾക്കാമോ? ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോണം. നമ്മുടെ ലാസ്റ്റ് സാക്ഷ്യത്തിന്റെ സമയം വരെ സിസ്റ്റർ പറഞ്ഞത് തന്നെ ഇങ്ങനെ സൗണ്ട് ലാഗായിട്ട് വരുന്നതോ എക്സ്ട്രാ സൗണ്ട് കയറി വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കണം. യൂട്യൂബിൽ കാണുന്നവർ ഇപ്പം നിങ്ങൾക്ക് ലൈവ് ചിലപ്പം അത് കാണാൻ കേൾക്കത്തില്ലായിരിക്കും. അതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തേക്കണം. നിങ്ങൾ അതിൻ്റെ അകത്ത് ഒന്ന് നോക്കിയേക്കണം, ഇതിൻ്റെ അകത്ത് എന്താണ് വന്നിരിക്കുന്നത്, സൗണ്ട് എക്സ്ട്രാ ഹൗൾ ചെയ്യുന്നുണ്ടോ, എക്കോ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കണം. കാര്യം ഞാനത് ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുന്നത് കുറവാണ് നോക്കുന്നത്. കാര്യം നമുക്ക് ഇത്രയും ഒരേപോലെ ലൈവ് പോകുന്നതുകൊണ്ട് ചില അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷവും, അല്ലാതെ ലൈവും കൂടെ പോകുന്നതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല പലപ്പോഴും അത്. കാര്യം ഇത് ഫേസ്ബുക്ക് നമ്മുടെ പേജിലും ഗ്രൂപ്പിലും യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലും ഒരേപോലെ ഈ സൂമിൽ കൂടുന്ന പോലെ തന്നെ ആളുകൾ അതിലും കൂടുന്നുണ്ട് ഇതേപോലെ ലൈവിൽ. അപ്പം ഇത്രയും സമയത്ത് എനിക്ക് തോന്നുന്നത് 5 ചാനലുകളിൽ, അതായത് 5 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അഞ്ചോ ആറോ പ്ലാറ്റ്ഫോമിൽ ഒരേപോലെ നമ്മുടെ മെസ്സേജ് ഇപ്പം ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ശുശ്രൂഷ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പലപ്പോഴും എനിക്കത് സാധിക്കാത്തത് കാര്യം നമ്മൾ സമയ തിരക്കുകൊണ്ടാണ്. ഒന്ന് ചെക്ക് ചെയ്തോണം എപ്പോഴും സൗണ്ടുകൾ ക്ലിയർ ആണോ ആൾക്കാരുടെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പ്രയർ റിക്വസ്റ്റിൽ ഇടുന്നവർ, സൂമിൽ കേൾക്കുന്നവർ, വിശ്വാസത്തിൽ ബലപ്പെട്ട് നിങ്ങൾ കർത്താവിൻ്റെ വചനം കേട്ട് ശക്തിപ്പെട്ടവർ, അവർക്ക് വേണ്ടിയൊക്കെ ഒരു വാക്ക് പ്രാർത്ഥിക്കുകയും അവർ പ്രയാസപ്പെട്ടിരിക്കുമ്പം നിങ്ങൾ താഴെ അവർക്ക് വേണ്ട വചനങ്ങളും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുന്നത് കമൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അവർക്ക് ബലപ്പെടാൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത്രയും ആൾക്കാർക്ക് നമ്മുടെ ഒരു പ്രയർ കഴിയുമ്പോഴേക്കും 10,000 2,000 1000 മുകളിൽ ആളുകൾ അത് കണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പരിമിതിയുണ്ട്. എങ്കിലും നമുക്ക് എല്ലാവരും ഒരുമിച്ച് നമുക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാം. ഭാരപ്പെടുന്നവരുണ്ട്, രോഗത്താൽ ഇടുന്നവരുണ്ട്, അവരുടെ പ്രിയ റിക്വസ്റ്റുകൾക്ക് നിങ്ങൾക്ക് താഴെ വചനം അവർക്ക് അയച്ചു കൊടുക്കാം. ഇനി കുറ്റം പറയുന്നവരുണ്ട്, ചിലപ്പോൾ ബ്രദറിനെ കുറ്റം പറഞ്ഞ് കണ്ടേക്കാം, ചിലപ്പോൾ കളിയാക്കുന്നവർ കണ്ടേക്കാം. അവർക്ക് മറുപടി കൊടുക്കുകയേ വേണ്ട, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നമുക്കുള്ളവരല്ല അവർ പിശാചിന്റെ കൈക്കിണങ്ങിയ ആയുധങ്ങളാണ്. നമ്മളെ പ്രകോപിപ്പിക്കാതെ ഒരു ലക്ഷ്യമാണ്. അവരെ മൈൻഡേ ചെയ്യേണ്ട, അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് അവരോട് ഡിബേറ്റിനും പോകണ്ട, അവരെ തിരുത്താനും പോകണ്ട, അവരോടൊന്നും പറയാനും പോകണ്ട. കർത്താവ് നമുക്ക് വേണ്ടത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയാണ്. അവരെ മാത്രം നോക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കണം. കേരളത്തിൽ വരാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനകളെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് US-ലൊക്കെ നമ്മുടെ പ്രാർത്ഥന ഇടയ്ക്ക് ഒന്ന് കുറച്ച് കാര്യങ്ങൾ കേട്ട് നമ്മളതൊന്ന് മാറിപ്പോയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കുറേ കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടായിരുന്നു. വീണ്ടും അത് പ്രാർത്ഥിക്കുക. ലീഡേഴ്സ് മീറ്റിംഗ് വരും ദിവസങ്ങളിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെ ചാടിച്ചാടി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അതൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും നമ്മുടെ സഹോദരന്മാരെയൊക്കെ ഒന്ന് ബലപ്പെടുത്തണം. അവരെ കർത്താവിൻ്റെ നാമത്തിൽ പ്രയോജനപ്പെടുവാൻ നിങ്ങൾ ഇടയാക്കണം. ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ലീഡർ ആകുക എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമല്ല. സുവിശേഷം കർത്താവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യുവാനും, ഞാൻ പറഞ്ഞല്ലോ, കസേര ഇടുന്നതും സുവിശേഷ വേലയാണ്, പോസ്റ്റർ കൊടുക്കുന്നത് സുവിശേഷ വേലയാണ്, എന്ത് ചെയ്യുന്നതും തിന്നാലും കുടിച്ചാലും എല്ലാം പൗലോസ്ലീഹ പറഞ്ഞ സുവിശേഷ നിമിത്തമാണ്. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ലീഡേഴ്സ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പങ്കുചേരാം. ഞാൻ വരും ദിവസങ്ങളിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു സൂം മീറ്റിംഗ് വെക്കുന്നതായിരിക്കും. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതൊന്ന് വേഗത്തിൽ ക്രമീകരിക്കുവാൻ സാവകാശം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഞാനത് പറയുന്നുണ്ടെങ്കിലും നമുക്കൊന്നൊരു ഇരിക്കാനൊരു സാവകാശം, സമയത്തിൻ്റെ അല്ല, ഒരു മനസ്സ് അതിനോട് ഒരുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ എനിക്ക് വ്യക്തിപരമായി എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ബ്രദറിനും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹമാണ്. കൂടുതൽ ശക്തിപ്പെട്ട് പ്രാർത്ഥിക്കുക. കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പാട്ടെ, കർത്താവേ, പ്രിയ ബ്രദറിന്റെ മനസ്സ്, ചിന്ത, ആരോഗ്യം എല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. ഞങ്ങൾക്ക് മാത്രമല്ല, അനേകർക്ക് അനുഗ്രഹമായി തീരണം, അനേകർക്കൊരു ബലമായി തീരണം. അത് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ അതെനിക്കൊരു അനുഗ്രഹമാണ്, അതെനിക്കൊരു ബലമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ നാവിൽ ദൈവത്തിന്റെ വചനം വരേണ്ടത് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണമെന്ന് പൗലോസ്ലീഹ പറഞ്ഞെങ്കിൽ നമ്മളും തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യണം. ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്ന ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് കേൾക്കാം. ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.